ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد جئناهم بكتاب فصلناه على علم هدى ورحمة لقوم يؤمنون. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരായ ഇവിടുത്തെ നാട്ടുകാർ, മനുഷ്യവംശത്തിന് നല്ലതും ചീത്തയും വേർതിരിച്ച് പഠിപ്പിക്കുവാനും അത് സ്വയം തന്നെ ഓരോരുത്തർക്കും എക്കാലവും നിർണയിച്ച് കണ്ടെത്തുവാനും പ്രാപ്തി നൽകുന്ന ഒരു ഗ്രന്ഥം എന്ന നിലക്കാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിനെ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാരും തന്നെ ഇവിടെ വന്നതോ ജീവിതം ആരംഭിച്ചതോ നമ്മുടെയൊന്നും പ്ലാന് കൊണ്ടോ പരിപാടി കൊണ്ടോ ആഗ്രഹിച്ചതുകൊണ്ടോ അല്ല. ഈ മൂവാറ്റുപുഴയിൽ ജനിക്കണം, ഇവിടെ വീട് വെച്ച് താമസിക്കണം എന്ന് പ്രത്യേകമായ ഒരു പ്ലാനിങ്ങോ ഒരു നിയ്യത്തോ നമുക്കാർക്കും ഉണ്ടായിരുന്നില്ല. ഇനി ഇന്ന ആളുടെ മകനായി ജനിക്കണം എന്നതും നാം ആഗ്രഹിച്ചത് കൊണ്ടല്ല. അതുപോലെ തന്നെ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക, വിവിധ തൊഴിലങ്ങളിൽ മുഴുകുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. കച്ചവടക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെയുണ്ട്. ഇത് നാം തന്നെ തെരഞ്ഞെടുത്ത് ആഗ്രഹിച്ച് ചെയ്യുന്ന തൊഴിലല്ലല്ലോ. എങ്ങനെയോ നാം അറിയാതെ നമ്മുടെ കൈകളിലേക്ക് ഇത് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിനും നമ്മുടെ ആസൂത്രണങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ശക്തി നമ്മെ ആജീവനാന്തം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നാം ഭക്ഷണം കഴിക്കുമ്പോഴും ഓടുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ നമ്മുടേതല്ലാത്ത ഒരു ശക്തിക്ക് നാം വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പ്ലാനുകളും പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ എത്ര സുതാര്യമാണെങ്കിലും പൂർണ്ണമായും അന്യൂനമായി നാം നിർവഹിക്കുന്നുണ്ട് എങ്കിലും ആ പ്ലാനുകൾ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു പോവാറുണ്ട്. ലാഭം ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന പല പരിപാടികളും പൊടുന്നനെ നഷ്ടത്തിൽ കലാശിക്കാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്ലാനിങ്ങിനപ്പുറത്ത് മറ്റേതോ ഒരു ശക്തി
നമ്മുടെ ജീവിതത്തിൽ കൃത്യമായും നിരന്തരമായും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ബോധ്യപ്പെടുത്തുന്നത്. നാം പറയുന്നത് ഇങ്ങനെ നമുക്ക് നമ്മുടേതായ പ്ലാനിങ്ങിനും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം വിജയിക്കാം എന്ന് ഉറപ്പിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പുറത്തുള്ള ഏതോ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നുവെങ്കിൽ പിന്നീട് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ളത് യുക്തമായിരിക്കുന്നത് ആ ശക്തിക്ക് വേണ്ടി ആ ശക്തി എന്താണോ പറയുന്നത് അതുപോലെ ജീവിക്കുക എന്നതാണ്. അവിടെയാവുന്നു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു ചിന്തക്ക്, ഒരു പഠനത്തിന്, ഒരു ഗവേഷണത്തിന്, അന്വേഷണത്തിന് എല്ലാം നാം വിധേയമാക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി അനവധി ജീവികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യന് നേരത്തെ പറഞ്ഞ നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു കൈപുസ്തകമാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആൻ. നിങ്ങളെങ്ങനെ ജീവിക്കണം, എന്തെല്ലാം ചെയ്തുകൂടാ, എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്, ജീവിതത്തിന്റെ സമീപനങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം, ഈ സമൂഹത്തിൽ നമുക്കുള്ള ബാധ്യത എന്താകുന്നു, കുടുംബം എങ്ങനെയായിരിക്കണം തുടങ്ങി ചെറുതും വലുതുമായി ഒരു മനുഷ്യന് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഖുർആൻ ഈ രൂപത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ഇതനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ ജീവിതത്തിന് അള്ളാഹു നൽകുന്ന ഗ്യാരണ്ടി നമുക്ക് തിരിച്ചു കിട്ടും. എന്താകുന്നു ആ ഗ്യാരണ്ടി? ഇവിടെ പാലും തേനും ഒഴുക്കി സുഖജീവിതം നൽകും എന്നതല്ല ഗ്യാരണ്ടി. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഗ്യാരണ്ടി മരണാനന്തര ജീവിതത്തിൽ പരലോകത്തെത്തുമ്പോൾ അതിസുരക്ഷിതമായ, ഒരിക്കലും ഭയപ്പെടേണ്ടതില്ലാത്ത, ദുഃഖമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ആജീവനാന്ത സ്വർഗം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു എന്നതാവുന്നു അള്ളാഹു നമുക്ക് നൽകുന്ന സർവകാല ഗ്യാരണ്ടി. ഇത് പ്രാപിക്കുവാൻ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ പോലെ ജീവിക്കുക മാത്രമാണ് പരിഹാരമായിരിക്കുന്നത്. നാം വലിയ വലിയ വാഹനങ്ങൾ, യന്ത്രങ്ങൾ വാങ്ങാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. മാരുതിയുടെ ഷോറൂമിൽ പോയി കാറ് വാങ്ങിയാൽ, മറ്റേത് കമ്പനിയുടെയും കാറ് വാങ്ങിയാൽ ആ വാഹനത്തോടൊപ്പം കമ്പനി നമുക്കൊരു ചെറിയ കൈപുസ്തകം നൽകാറുണ്ട്. ഓർഡേഴ്സ് മാനുവൽ എന്നാണ് അതിന്റെ സാങ്കേതികമായ പേര്. എന്താകുന്നു ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? നാം ആരും വായിക്കാറില്ല. പക്ഷേ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വാഹനത്തിന്റെ ആദ്യാവസാനം ശ്രദ്ധിക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ വാഹനം എങ്ങനെ ഉപയോഗിക്കണം, ഫ്രീ സർവീസ് എപ്പോഴൊക്കെയാണ്, എങ്ങനെയെല്ലാമാണ് കമ്പനിയുടെ ഗ്യാരണ്ടിക്ക് വിധേയമാവുക തുടങ്ങി ഈ വാഹനം ഉപയോഗിക്കുന്ന ഉപഭോക്താവിന്റെ ശ്രദ്ധയിലുണ്ടാവേണ്ട കാര്യങ്ങളാണ് ഓണേഴ്സ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും തകരാറോ റിപ്പയറോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഫ്രീ സർവീസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ വാഹനം നിയന്ത്രിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യേണ്ടത്. ഏറെക്കുറെ ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്നേയുള്ളൂ. നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന പരലോകത്തെത്തുമ്പോഴുള്ള സർവകാല ഗ്യാരണ്ടി തിരിച്ചു കിട്ടുവാൻ ഇവിടെ വെച്ച് എങ്ങനെ നമുക്ക് ഈ കൈപുസ്തകമായ ഖുർആനിന് അനുസൃതമായി ജീവിക്കാം എന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ അനുഭവത്തിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞു എന്നേയുള്ളൂ. ഇതാവുന്നു ഖുർആൻ. ലോകത്ത് മനുഷ്യന്റെ ആരംഭം മുതൽ, മനുഷ്യൻ ജീവിതം ആരംഭിച്ചത് മുതൽ പലതരത്തിലുള്ള ചിന്തകളും പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും ഒക്കെ ലോകത്തുണ്ടായിരുന്നു.
ശിലായുഗത്തിലുള്ള മനുഷ്യൻ മുതൽ സംസ്കാരവും നാഗരികതയും വളർച്ച പ്രാപിക്കുന്ന ഘട്ടത്തിലും അതിനുശേഷവും ഇന്ന് നാം എത്തി നിൽക്കുന്ന IT യുഗത്തിലും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിലും വലിയ വലിയ സിദ്ധാന്തങ്ങളും കാഴ്ചപ്പാടുകളും ലോകത്ത് സമർപ്പിക്കുന്ന ധാരാളം പേർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഒരു മനുഷ്യന്റെ ആത്യന്തികമായ നന്മ എങ്ങനെയാകുന്നു എന്ന് എഴുതി വെക്കുവാൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ ചിന്തകന്മാർ, സാംസ്കാരിക നായകന്മാർ, ബുദ്ധിരംഗത്ത് അസൂയാർഹമായ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന, കമ്പ്യൂട്ടറിനെ പോലും തോൽപ്പിക്കുവാനുള്ള കഴിവുള്ള, കണക്ക് കൂട്ടുന്നതിൽ വളരെ പ്രാഗൽഭ്യം നേടിയ ആളുകൾ, ശാസ്ത്രജ്ഞന്മാർ, ഇവരെല്ലാം തന്നെ മനുഷ്യനെ നല്ല വഴിക്ക് എങ്ങനെ നയിക്കാം എന്ന കാര്യത്തിൽ കാര്യമായ സംഭാവനയൊന്നും നൽകിയിട്ടില്ല. അവർ പഠിച്ച, അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളിൽ ഏതാനും ഗ്രന്ഥങ്ങളോ സിദ്ധാന്തങ്ങളോ എഴുതി വെച്ച് എന്ന് മാത്രമേയുള്ളൂ. ഇനി മനുഷ്യനെ തന്നെയും ദാർശനികമായി സമീപിച്ച ചിന്തകന്മാർ ഉണ്ടായിട്ടുണ്ട്. കാറൽ മാർക്സും ഏംഗൽസും എല്ലാം അങ്ങനെയുള്ള ആളുകളായിരുന്നു. അവരുടെയും ചിന്തകൾ കാലഹരണപ്പെട്ടുപോയി. കാരണം ഈ ഭൂമുഖത്ത് ജീവിക്കാനിരിക്കുന്ന, ഭൂമിയിൽ ജീവിക്കാനിരിക്കുന്ന അവസാന മനുഷ്യൻ വരെയും ഇവിടെ പ്രായോഗികമാക്കാവുന്ന ഒരു തത്വങ്ങളോ പരാമർശങ്ങളോ ഒന്നും അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അവരും നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്. അതുകൊണ്ട് കുറെ കഴിഞ്ഞപ്പോൾ സമൂഹവും നാടും നഗരവുമെല്ലാം ആ പറഞ്ഞ ചിന്തകന്മാരുടെയും ചിന്തകളെ കൈവിടിഞ്ഞു, പ്രായോഗികമല്ലാത്തതുകൊണ്ട്. നാം പറയുന്നത് പ്രായോഗികമായ, തീർത്തും കൊണ്ടു നടക്കാൻ പറ്റുന്ന, സ്വീകരിക്കുവാൻ പറ്റുന്ന, മനുഷ്യന്റെ ബുദ്ധിയുടെയും വിചാരത്തിന്റെയും വികാരത്തിന്റെയും ഏത് മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാലും പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ചിന്തകൾ നൽകുവാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. ഒരു നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യന് തൊട്ടടുത്ത നൂറ്റാണ്ടുകളിൽ ജീവിക്കേണ്ട മനുഷ്യർക്ക് ആവശ്യമായ ജീവിത പാഠങ്ങൾ എഴുതി വെക്കാൻ സാധിക്കുകയില്ല. അതിനും മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറത്തുള്ള, മനുഷ്യരല്ലാത്ത ഒരു ശക്തി ആവശ്യമാണ്. അതാവുന്നു അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ നൽകിയിരിക്കുന്ന അറിയിപ്പ്. ഈ ഖുർആൻ മനുഷ്യനിർമ്മിതമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല വിശുദ്ധ ഖുർആന്റെ നിർമ്മാതാവും ഉപജ്ഞാതാവും. ഇനി മുഹമ്മദ് നബിക്ക് മുമ്പോ ശേഷമോ ജീവിച്ച ഒരാളുടെയും ചിന്തകൾക്ക് ഈ ഖുർആനിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖുർആൻ ആരുടേതാണ്? തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ പക്കൽ നിന്നാകുന്നു ഈ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. ലോകങ്ങളുടെ രക്ഷിതാവാകുന്നു. അമേരിക്കയുടെയോ ജപ്പാന്റെയോ റഷ്യയുടെയോ ചൈനയുടെയോ ഇന്ത്യയുടെയോ അല്ല. ഈ ലോകത്ത് മനുഷ്യരെവിടെയെല്ലാം ജീവിക്കുന്നുണ്ടോ അവരുടെയെല്ലാം രക്ഷിതാവാണ്. മുസൽമാന്റേത് മാത്രമല്ല, ഹൈന്ദവന്റേത് മാത്രമല്ല, മുസൽമാന്റേതും ക്രൈസ്തവന്റേതും യഹൂദന്റേതുമായി മനുഷ്യരായ എല്ലാവർക്കും രക്ഷിതാവായിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവാകുന്നു മനുഷ്യരുടെ മാത്രം നന്മക്ക് വേണ്ടി, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്. ഹുദൽ ലിന്നാസ്, ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമാണ്. ജനങ്ങൾക്കിടയിലുള്ള വർഗീയതയും അവർക്കിടയിലുള്ള ജാതി മത സങ്കുചിതമായ എന്തെല്ലാം വൈജാത്യങ്ങളുണ്ടോ അവക്കെല്ലാം അതീതമായി മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ട് മനുഷ്യരുടെ നന്മക്കും അവരുടെ ആത്യന്തികമായ മോചനത്തിനു വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്.
ഇതാകുന്നു ഖുർആന്റെ ആധികാരികത എടുത്തു കാണിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നത്. ഖുർആനിന്റെ മുമ്പിൽ വിനയാന്വിതരായി നിൽക്കുകയല്ലാതെ ഖുർആനിനോട് ഏറ്റുമുട്ടുവാനോ ഖുർആനിനോട് വെല്ലുവിളിക്കുവാനോ ഖുർആനിനോട് തുറന്ന പോരാട്ടം നടത്തുവാനോ മനുഷ്യന് സാധിക്കുകയില്ല എന്ന പരമാർത്ഥം അംഗീകരിച്ചേ മതിയാവൂ എന്നുകൂടി ഖുർആൻ അറിയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. അതിന് 10-14 നൂറ്റാണ്ടിൽ അധികം പഴക്കവും പാരമ്പര്യവുമുണ്ട്. അന്നത്തെ അറബികളായ ആളുകളുടെ ഭാഷയിലായിരുന്നു ഖുർആൻ ഇറങ്ങിയത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ആ കാലഘട്ടത്തിൽ അറബിയല്ലാത്ത വേറെയും ചില ഭാഷകൾ അന്ന് ലോകത്തുണ്ടായിരുന്നു. പേർഷ്യൻ ഭാഷയും സുറിയാനി ഭാഷയും അതുപോലെയുള്ള ഏതാനും ഭാഷകൾ ലോകത്തുണ്ടായിരുന്നുവെങ്കിലും മനുഷ്യവംശത്തിന്റെ അവസാനം വരെയും നീണ്ടു നിൽക്കേണ്ട ഈ ഗ്രന്ഥത്തിന്റെ മീഡിയം അള്ളാഹു തീരുമാനിച്ചത് അറബിയിൽ ആയിരിക്കണം എന്നതാണ്. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. നിങ്ങൾക്ക് ചിന്തിച്ച് പഠിച്ച് കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി നാം ഈ ഗ്രന്ഥത്തെ ഖുർആൻ അറബിയിലുള്ള ഒരു ഖുർആനായി നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു എന്നാവുന്നു ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്. അതിന്റെ അർത്ഥം ലോകത്ത് മറ്റേത് ഭാഷകൾ ഉണ്ടെങ്കിലും ഭാഷാ കുടുംബത്തിൽ നിന്ന് പൊട്ടിമുളക്കുന്ന ഏതെല്ലാം പ്രാദേശികമായ ഭാഷകളുണ്ടെങ്കിലും അവക്കൊന്നുമില്ലാത്ത ആശയപ്രാപ്തിയും അവക്കൊന്നുമില്ലാത്ത ഭാഷാ സൗന്ദര്യവും അറബി ഭാഷക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് മറ്റു ഭാഷകളിലൂടെ ഖുർആൻ മനഃപ്പാഠമാക്കുവാനും അതിന്റെ താളാത്മകതയും സംഗീത സ്വഭാവവും നിലനിർത്തിക്കൊണ്ട് പാരായണം ചെയ്യുവാനും അറബി ഭാഷയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഇങ്ങനെ മറ്റു ഭാഷകളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ അറബിയായിരിക്കണം ഖുർആനിന്റെ ഭാഷ എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത്. ഖുർആനൻ അറബിയൻ ഗൈറ ദീ ഇവജിൻ ലഅല്ലഹും യത്തഖൂൻ. മനുഷ്യന് ഭക്തി ഉണ്ടാവാൻ വേണ്ടി, സൂക്ഷ്മതാബോധം ഉണ്ടാവാൻ വേണ്ടി, നന്മയിലേക്ക് നടന്നെടുക്കുവാൻ വേണ്ടി ഈ ഖുർആനെ അറബി ഭാഷയിലുള്ള ഒരു ഖുർആനായിട്ട് നാം ഇതാ അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആൻ വീണ്ടും പറയുന്നു. ഇതെല്ലാം അർത്ഥമാക്കുന്നതും നമ്മെ ബോധ്യപ്പെടുത്തുന്നതും ഖുർആനിലൂടെ നമ്മുടെ ഈമാനിനെയും വിശ്വാസത്തെയും എങ്ങനെയെല്ലാം ശാക്തീകരിക്കാം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പായി ഈ ഖുർആനിന് അതിന് മാത്രം എന്തെങ്കിലും ആധികാരികതയുണ്ടോ എന്ന് അന്വേഷിക്കുവാനാണ് ഈ ഒരു ആമുഖം നാം ഇവിടെ മുമ്പിൽ വെച്ചത്. ഖുർആനിന്റെ ആധികാരികതയാണ് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്കെല്ലാം മുമ്പിൽ ബുദ്ധിപരമായും ദൈക്ഷണികമായും വൈജ്ഞാനികമായും വിചാരരംഗത്തുമൊക്കെ മനുഷ്യരുടെ എല്ലാം മുമ്പിൽ നിൽക്കുവാൻ ഖുർആനിന് കൽപ്പ് നൽകുന്നത് അള്ളാഹു ഈ ഗ്രന്ഥത്തിന് നൽകിയിരിക്കുന്ന ഈ പറഞ്ഞ ആധികാരികതയാണ്. രണ്ട് തരത്തിലുള്ള ആധികാരികതയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് നാം ഇവിടെ പറഞ്ഞ ഭാഷാപരമായ അതോറിറ്റി, ആധികാരികത. മറ്റു ഭാഷകൾക്ക് നിർവഹിക്കുവാൻ സാധിക്കാത്ത ആശയ വൈപുല്യം. ഒരു ഗ്രന്ഥത്തിന്റെ രചന, ഒരു ഗ്രന്ഥം എല്ലാവർക്കും പ്രിയപ്പെട്ടതാവുന്നത് അതിൽ 2-3 കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ്. ഒന്ന് അതിന്റെ ആശയം,
മറ്റൊന്ന് അതിലടങ്ങിയിരിക്കുന്ന ഭാവന, വേറെയൊന്ന് അതിന്റെ ആവിഷ്കാര സ്വഭാവം. നാം മലയാളത്തിലുള്ള എല്ലാ നോവലുകളും ചെറുകഥകളും സാഹിത്യ പുസ്തകങ്ങളും എല്ലാം അരിച്ചു പെറുക്കി വായിച്ചു നോക്കുക. ഈ 3 ഘടകങ്ങൾക്കായിരിക്കും അതിൽ പ്രാമുഖ്യം നൽകിയിരിക്കുക. അങ്ങനെയൊക്കെയാണെങ്കിലും ഇത് 3ഉം കൃത്യമായ അനുപാതത്തിൽ ആശയത്തെയും ആവിഷ്കാരത്തെയും ഭാവനയെയും കൃത്യമായ അനുപാതത്തിൽ കോർത്തിണക്കുന്ന ഒരു പുസ്തകവും ലോകത്തില്ല ഖുർആൻ അല്ലാതെ. ഖുർആൻ പറയുന്നു, കിതാബുൻ ഉഹ്കിമത്ത് ആയാത്തുഹു സുമ്മ ഫുസ്സിലത്ത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. എല്ലാം അറിയാവുന്ന സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിൽ നിന്ന് പ്രമാണബദ്ധമായി സവിസ്തരം പ്രതിപാദിക്കപ്പെട്ട രൂപത്തിലാകുന്നു ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. ഖുർആൻ എന്താകുന്നു? ഒരു പുസ്തകമാകുന്നു എന്ന് പറയാം, ഒരു വേദഗ്രന്ഥമാകുന്നു എന്ന് പറയാം, ഒരു പഠന വേദഗ്രന്ഥമാകുന്നു എന്ന് പറയാം. അതിനേക്കാളൊക്കെ ഏറെ ഖുർആൻ തന്നെ പറയുന്നത് ഇതൊരു പ്രമാണമാകുന്നു എന്നാണ്. പ്രമാണം, വിലയും നിലയുമുള്ള, ആരുടെ മുമ്പിലും ഉറക്കെ നിൽക്കാവുന്ന, തല ഉയർത്തി നിൽക്കാവുന്ന ഒരു പ്രമാണ രേഖ. അതാകുന്നു ഖുർആനിന്റെ ആധികാരികതയുടെ ഒന്നാമത്തെ ഭാഗം. എപ്പോഴാകുന്നു ഒരു രേഖ പ്രമാണമാവുക? ഈ കാണുന്ന പറമ്പ് എന്റേതാകുന്നു എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ പ്രമാണം വേണം. അത് ഞാൻ എഴുതിയാൽ മതിയോ? പോരാ. ആരെഴുതണം? രജിസ്റ്റർ ഓഫീസിൽ പോയി കൃത്യമായ സ്റ്റാമ്പിൽ രജിസ്ട്രാർ ഒപ്പുവെച്ചാൽ മാത്രമേ ഈ പ്രമാണത്തിന് വിലയുള്ളൂ. ഈ പ്രമാണം ഇല്ലെങ്കിലോ ഈ ഭൂമിക്കാരോ മാർക്കറ്റിൽ നൽകുമോ? ഈ ഭൂമി ഉപയോഗിക്കാൻ പറ്റുമോ? വീട് വെക്കാൻ പറ്റുമോ? ഒന്നും പറ്റുകയില്ല. വളരെ സുന്ദരമായ ഈ കോടിക്കണക്കിന് വിലയുള്ള ഭൂമിക്ക് വില നൽകുന്നത് ആരാകുന്നു? ഈ 4 കഷ്ണം കടലാസിലെ ഈ പ്രമാണമാകുന്നു. ആഫീസിലുള്ള അങ്ങേരുടെ ഒപ്പാകുന്നു ഈ ഭൂമിക്ക് കോടിക്കണക്കിന് രൂപ വില മതിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിനും ഇതുപോലൊരു വിലയുണ്ട്. കോടിക്കണക്കിന് എന്ന് പറഞ്ഞാൽ സംഖ്യകൾ കൊണ്ട് എഴുതിയാലും തീരാത്ത അമൂല്യമായ നിധിയാവുന്നു നമ്മുടെ ഈ ജീവിതം. പക്ഷേ ഈ ജീവിതത്തിന്റെ വില കൽപ്പിക്കുവാൻ നമുക്കുള്ള പ്രമാണം എവിടെയാണ്? അതാകുന്നു ഖുർആൻ. ഈ ഖുർആനിന്റെ ഭാഷ പ്രമാണത്തിനനുസൃതമായ എക്കാലവും ഒരു തെളിവായിട്ട് ഉയർന്നു നിൽക്കുവാനും പ്രമാണമായിട്ട് കൊണ്ടു നടക്കുവാനും പറ്റിയ ഭാഷയാണ്. നമ്മുടെ രജിസ്റ്റർ ഓഫീസിൽ പോയി നോക്കുക. അവിടെ ഉപയോഗിക്കുന്ന ഭാഷ ഇന്നും കാലഹരണപ്പെട്ട വളരെ വൃത്തികെട്ട മലയാള ഭാഷയാണ്. സർക്കാർ ശ്രേഷ്ഠ ഭാഷയായിട്ട് മലയാളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നുവെങ്കിലും മലയാള സാഹിത്യം ഒരുപാട് വികസിച്ചുവെങ്കിലും ഇന്നും മലയാളത്തിന് നാണക്കേടായി നിൽക്കുന്നത് ആധാരങ്ങളിലെ പ്രമാണങ്ങളിലെ ഭാഷയാകുന്നു എന്നത് എല്ലാവരും സമ്മതിക്കും. ഒരു സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവാത്ത ഒരുപാട് വാക്കുകളും പ്രയോഗങ്ങളും ഇന്നും അതിലുണ്ട്. നാം പറയുന്നത് ഒരു പ്രമാണമായി കൊണ്ടു നടക്കാവുന്ന, ആ രൂപത്തിൽ എഴുതി വച്ചിരിക്കുന്ന മലയാള ഭാഷയിലെ എന്നല്ല എല്ലാ ഭാഷയിലെയും പ്രമാണങ്ങൾ ഒരു കാലഘട്ടത്തിലെ 10 100 കൊല്ലങ്ങൾക്കപ്പുറത്തുള്ള ഭാഷ മാത്രമാണ്. അത് ഇന്ന് നിലവിലില്ല, ആർക്കും മനസ്സിലാവുകയില്ല. അതുമായി ബന്ധപ്പെട്ട എഴുത്തുകാർക്കും കുറച്ച് ആളുകൾക്ക് മനസ്സിലാകുമെന്നേയുള്ളൂ. എന്നാൽ വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോഴുണ്ടായിരുന്ന ആളുകൾ ആരായിരുന്നുവോ അവർക്ക് അത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവോ അതുപോലെ തന്നെ അതിനേക്കാളും ഭംഗിയായി ഇന്ന് ജീവിക്കുന്ന 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഈ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഖുർആൻ പ്രമാണമാകുന്നു.
ഖുർആനിൽ ആശയവും ആവിഷ്കാരവും ഭാവനയും വളരെ കൃത്യമായ അനുപാതത്തിൽ സമ്മേളിച്ചിട്ടുണ്ട്. ഒന്നും ഒന്നിനേക്കാളും കുറഞ്ഞു പോവുകയോ അധികരിക്കുകയോ ചെയ്യുന്നില്ല. ഒരാൾക്കും ഒരു കുറ്റമായി അതിങ്ങനെയായിപ്പോയി അങ്ങനെയായിപ്പോയി എന്ന് പറയാൻ ഒരിടത്തും ഖുർആൻ പഴുതു നൽകുന്നില്ല. ഉഹുക്കിമത്ത് ആയാത്തും, എല്ലാ ആയത്തുകളെയും ഈ പറഞ്ഞ രൂപത്തിൽ പ്രമാണ നിബദ്ധമായി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടോ സുമ്മ ഫുസ്സിലത്ത്, എല്ലാം സവിസ്തരം പ്രഖ്യാപിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാകുന്നു ഖുർആനിന്റെ ആധികാരികതയായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുവാനുള്ള അവകാശവാദമെന്നോണം ഖുർആൻ തന്നെ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ അവകാശവാദം മുന്നോട്ട് വെച്ചപ്പോൾ സാഹിത്യ ലോകത്തെ തമ്പുരാക്കന്മാരായ അന്നത്തെ അറബികൾ ചില വാദഗതികളെല്ലാം കൊണ്ടുവന്നു ഖുർആനെ എങ്ങനെയെങ്കിലും തകർക്കുവാനും ഖുർആന്റെ അവകാശവാദത്തെ പരാജയപ്പെടുത്തുവാനും ചില മുടന്തന്യായങ്ങൾ അവർ കൊണ്ടുവന്നു. പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാനും കഴിഞ്ഞില്ല. ഖുർആൻ അവരെ വീണ്ടും വെല്ലുവിളിച്ചു. ഫഅ്തൂ ബിസൂറത്തിൻ മിസ്ലിഹി ഫഅ്തൂ ബിഅശരി സുവരിൻ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഈ ഖുർആനിന്റെ ആധികാരികതയെപ്പറ്റി നിങ്ങൾക്ക് ഇനിയും ആശങ്കയും സന്ദേഹവുമുണ്ടെങ്കിൽ, ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരായത്ത്, അതുമല്ലെങ്കിൽ 10 അധ്യായങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് ലഭ്യമായ എല്ലാ ഭൗതിക സംവിധാനങ്ങളെയും ആളുകളെയും കൂട്ടിന് പിടിക്കാം. അള്ളാഹുവിനെ തോൽപ്പിക്കുവാൻ, ഖുർആനിനെ തോൽപ്പിക്കുവാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ ഭൗതിക മികവുകളും കൂട്ടിവെച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കൊണ്ടുവരാൻ തയ്യാറുണ്ടോ? 14 നൂറ്റാണ്ടിന് ശേഷം ആ വെല്ലുവിളി ഇന്നും അതുപോലെ ഒരു വെല്ലുവിളിയായി ബാക്കി നിൽക്കുകയാണ്. ഉത്തരമില്ലാത്ത വെല്ലുവിളി. അറബി ഭാഷ വളർന്നു, അറബിയല്ലാത്ത നിരവധി ഭാഷകൾ പിറവിയെടുത്തു. ഭാഷകളിലൂടെ സംസ്കാരങ്ങളുണ്ടായി, അതിലൂടെ നാഗരികതയുണ്ടായി, ശാസ്ത്രം വളർന്നു, എല്ലാം വളർന്നു. ഇന്നും ഈ വളർന്ന ലോകത്തിനു മുമ്പിൽ ഉത്തരം കൊടുക്കാൻ സാധിക്കാതെ, ഈ വെല്ലുവിളി സ്വീകരിക്കുവാൻ കെൽപ്പില്ലാതെ മനുഷ്യനും മനുഷ്യന്റെ ധിഷണയും പരാജയം സംഭവിച്ചുകൊണ്ട്, പരാജയം സമ്മതിച്ചുകൊണ്ട്, അടിയറവ് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾക്കാവില്ല എന്ന് നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും ഏറെക്കുറെ ഞങ്ങളെ കൊണ്ടാവുകയില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ആളുകൾ ഖുർആനെ അല്പാൽപമായെങ്കിലും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തൊട്ടുമുമ്പ് പ്രസംഗിച്ച സുഹൃത്ത് ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ഖുർആൻ മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചത് എന്നതിന്, വികാരങ്ങളും വിചാരങ്ങളുമുള്ള മനസ്സിനെ, ഹൃദയത്തെ എങ്ങനെയെല്ലാം വശീകരിക്കാം എന്നുള്ളതിന് നിരവധി അനുഭവ സമ്പത്തുക്കൾ ഇന്നും ലഭ്യമാണ്. എന്താകുന്നു ഇത്തരത്തിലുള്ള ഒരു മഹോന്നതമായ നിലവാരത്തിലേക്ക് ഖുർആനെ ഉയർത്തിയതെന്ന് ചോദിച്ചാൽ അതിന് 2 കാരണം മാത്രമേയുള്ളൂ. ഒന്ന്, അതിന്റെ ആശയപ്പൊരുത്തവും ആശയഘടനയും. രണ്ടാമത്തേത് ഖുർആൻ ഉൾക്കൊള്ളുന്ന വൈജ്ഞാനിക സമ്പത്ത്, വൈജ്ഞാനിക ശേഖരം. ഇത് രണ്ടും മുമ്പിൽ വെച്ചാൽ ഈ 2 കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഖുർആൻ വിലയിരുത്തിയാൽ അവിടെ ഏതൊരു മനുഷ്യന്റെയും ബുദ്ധിക്ക് പരാജയം സമ്മതിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. ആശയപ്പൊരുത്തത്തിന്റെയും പദഘടനയുടെയും ഒരു ഭാഗം നാം ഇവിടെ പറയുകയുണ്ടായി. അത് വളരെ നീട്ടിപ്പരത്തി ദിവസങ്ങളോളം പറയേണ്ടതാണ്. എന്നാൽ പദപ്പൊരുത്തവും ഖുർആന്റെ ആവിഷ്കാര രംഗത്തുള്ള ഭംഗിയും എടുത്തു കാണിക്കുവാൻ അധികമൊന്നും നമുക്ക് പോവേണ്ടതില്ല. 1, 2, 3
സന്ദർഭങ്ങളെ അതിൽ നിന്നും അടർത്തിയെടുത്താൽ മതി. ഖുർആൻ പഠിക്കുന്നവരാണ്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സൂറ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന ഒരു അധ്യായം, ഏറെക്കുറെ ഖുർആന്റെ അവസാന ഭാഗത്തുള്ള 29-ാം ജുസുഇലുള്ള ഒരു അധ്യായം. അതിൽ സത്യത്തിൽ നിന്നും പിന്മാറിപ്പോകുന്ന ഏതാനും ആളുകളെ ഖുർആൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. സത്യം കേൾക്കുകയും ഖുർആൻ പഠിക്കുവാൻ അവസരം കിട്ടുകയും എന്നിട്ട് അതിൽ നിന്ന് മനഃപൂർവ്വം പിന്മാറിപ്പോവുകയും ചെയ്യുന്ന കുബുദ്ധികളായ ആളുകളെ ഖുർആൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഫമാലഹും അനിത്തദ്കിറതി മുഅരിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത്ത് മിൻ ഖസ്വറ. ഇതെല്ലാവർക്കും സുപരിചിതമായിരിക്കും. നാം പറയുന്നത്, ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് അതിന്റെ ആശയ തലത്തിലല്ല, പദഘടനയും ഇതിന്റെ പദങ്ങൾക്കിടയിലുള്ള പാരസ്പര്യവും പൊരുത്തവും എത്ര കണ്ട് ഭദ്രമാവുന്നു, അന്യൂനമാവുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ആളുകൾ മുഅരിദൂൻ, വിമുഖരായി പിന്മാറിക്കൊണ്ടു പോവുകയാവുന്നു. ഏതുപോലെയാണ്? കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ ഫറത്ത് മിൻ ഖസ്വറ. സിംഹത്തെ കണ്ട് പേടിച്ചു പോകുന്ന കഴുതക്കുട്ടികളെ പോലെയുണ്ട് ആളുകൾ. സിംഹത്തെ കണ്ടാൽ കാട്ടിലെ മറ്റു ദുർബല ജീവികളൊക്കെ ജീവനും കൊണ്ടോടും, കഴുതയും മാനുമൊക്കെ ഓടി രക്ഷപ്പെടും. അപ്പൊ സിംഹത്തിന്റെ വായയിൽ നിന്നും ജീവനും കൊണ്ടോടുന്ന ഒരു കഴുതക്കുട്ടിയെ സങ്കല്പിച്ചു നോക്കൂ. അതുപോലെയാകുന്നു ഖുർആൻ കേൾക്കുമ്പോൾ ചില ആളുകൾ പിന്മാറിപ്പോകുന്നത് എന്നാകുന്നു ഖുർആന്റെ കുറ്റപ്പെടുത്തൽ. ഇവിടെ നാം ഒന്നുകൂടി ഈ ആയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഫറത്ത് മിൻ ഖസ്വറ. ആ ആയത്ത് ഓതുമ്പോഴുള്ള ഗാംഭീര്യം നിങ്ങൾ നോക്കൂ. ഫറത്ത് എന്ന് ഉച്ചരിക്കുമ്പോഴും ഖസ്വറ എന്ന് ഉച്ചരിക്കുമ്പോഴും അത് രണ്ട് വാക്കുകൾ മാത്രമാണെങ്കിലും അതിന്റെ എന്തെന്നില്ലാത്ത ഒരു ഭാരം നമ്മുടെ നാവിലൂടെ പുറത്തുവിടാൻ സാധിക്കുന്നുണ്ട്. സിംഹം എന്ന വാക്കിന്റെ ഏറ്റവും ലളിതമായ വാക്കേതാണ്? ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം. ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്നത് ഖസ്വറ എന്ന വാക്കാണ്. അതിനേക്കാളും ലളിതമായിട്ട് നമ്മുടെ നാവിൻ തുമ്പത്തുള്ള ഒരു വാക്കുണ്ടല്ലോ, അസദ്. എന്നാൽ ഈ ഖസ്വറ എന്ന വാക്ക് വേണ്ട. നമ്മുടെ പഠിതാക്കൾക്കൊക്കെ മനസ്സിലാവാൻ അസദാണ് നല്ലത് എന്ന് വെച്ചിട്ട് നമ്മൾ ഈ വാക്കിന് പകരം മറ്റേ വാക്ക് വെച്ചു കൊടുത്തു നോക്കൂ. ഫറത്ത് മിൻ അസദ് എന്ന് പറഞ്ഞു നോക്കൂ. അതോടുകൂടി ആ ആയത്തിന്റെ ആശയ ഗാംഭീര്യവും പദപ്പൊരുത്തവും അതോടുകൂടി തകർന്നു പോയി. ഫറത്ത് മിൻ ഖസ്വറ എന്ന് പറയുന്ന ആ ഗാംഭീര്യം പൂർണ്ണമായും തകരുന്നു ഫറത്ത് മിൻ അസദ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എളുപ്പമോ നമുക്ക് സുപരിചിതമായതോ നമ്മുടെ താല്പര്യങ്ങളോ ഒന്നും ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് തൽസ്ഥാനത്ത് വെച്ചു കൊടുത്താൽ ഫിറ്റാവുകയില്ല. നാം പറഞ്ഞ പോലെ ഉഹ്കിമത്ത് ആയാത്ത്, എല്ലാം ഭദ്രമായിട്ട് ആണിയടിച്ചുറപ്പിച്ചു വെച്ച പോലെയാണ്. ഒന്നിന് പകരം മറ്റൊന്ന് വെച്ചാൽ താളം തെറ്റിപ്പോകും. അങ്ങനെയുള്ള ഏത് ഗ്രന്ഥമാണ്, ഏത് സാഹിത്യ ശില്പമാണ് ലോകത്തുള്ളത്? നിങ്ങൾക്കറിയാവുന്ന പരിചയമുള്ള എല്ലാ നോവലുകളെയും എടുത്തു നോക്കുക. ലോകത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ മാറ്റിമറിച്ചു എന്ന് അവകാശപ്പെടുന്ന പല രചനകളുമുണ്ട്. അവയിലേക്ക് പോവാം. ഈ പറഞ്ഞ ഒരു മഹാത്മ്യം അവിടെയൊന്നും കാണുകയില്ല. നാം പറയുന്നത് ആശയമൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അർത്ഥതലത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഖുർആനിന്റെ വൈജ്ഞാനിക മണ്ഡലത്തിന്റെ ആഴം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിലും ബാഹ്യമായ പാരായണം തന്നെയും ഒരു അമാനുഷികമായ നിലവാരത്തിലാകുന്നു.
ഈ പദഘടനയിലൂടെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അർത്ഥം അറിയണമെന്നില്ല. വെറുതെ പാരായണം ചെയ്താൽ തന്നെയും ഇതൊരു അമാനുഷികമാകുന്നു എന്ന് തോന്നിപ്പോകും. എന്താകുന്നു കാരണം? ഈ പറഞ്ഞ രൂപത്തിൽ പദങ്ങളെയും വാക്കുകളെയും ഒന്നിനൊന്ന് ശില്പഭദ്രമായിട്ട് അള്ളാഹു പരസ്പരം പെറുക്കി വച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഖുർആനിന്റെ പാരായണ രീതി അനാവരണം ചെയ്യാം. ഖുർആനിന്റെ അമാനുഷികത ബോധ്യപ്പെടുന്ന ഈ പറഞ്ഞ പദങ്ങൾക്കിടയിലുള്ള ശില്പഭദ്രത പോലെ തന്നെ അള്ളാഹു ഈ ഗ്രന്ഥത്തിന് നൽകിയിരിക്കുന്ന അമാനുഷികത ബോധ്യപ്പെടുന്ന മറ്റൊരു രംഗമാകുന്നു ഖുർആനിന്റെ പാരായണ രീതി. എങ്ങനെയാ ഖുർആൻ പാരായണം ചെയ്യുക? സാധാരണ പുസ്തകം വായിക്കും പോലെയാണോ? സാധാരണ അറബി ഭാഷയുള്ള നോവലോ കഥയോ വായിക്കുന്നത് പോലെ വായിച്ചാൽ മതിയോ? അല്ല. ഖുർആനിന് ഖുർആനിൻ്റെതായ ഈണവും മാധുര്യവും ശബ്ദ സൗന്ദര്യവുമെല്ലാം നൽകി വായിക്കണമെന്നാണ്, പാരായണം ചെയ്യണമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതിന് ഖുർആൻ തന്നെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റത്തല, റത്തിലുൽ ഖുർആന തർത്തീല എന്നാണ്. ശബ്ദമാധുര്യത്തോടുകൂടി ഈണത്തോടുകൂടി തന്നെയും മറ്റുള്ളവരെയും ആകർഷിക്കുന്ന രൂപത്തിൽ, മനസ്സിനും കാതുകൾക്കും കുളിർമ നൽകുന്ന രൂപത്തിൽ, രോമാഞ്ചമുണ്ടാക്കുന്ന രൂപത്തിലായിരിക്കും തർത്തീൽ എന്ന വാക്കുകൊണ്ട് ഖുർആന്റെ പാരായണം സാധ്യമാവുക. ആ തർത്തീലിന് പറ്റിയ, അതിന് ചേർന്ന് നിൽക്കുന്ന ശൈലി സ്വഭാവങ്ങളാകുന്നു ആയത്തുകൾക്കിടയിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ 10-14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിൽ ആ സ്വഭാവത്തിലുള്ള പാരായണം തുടർന്നു വരികയാണ്. നമുക്ക് നമ്മുടേതായിട്ട് മാറ്റാൻ പറ്റുകയില്ല. വിശുദ്ധ ഖുർആനിലെ 29-ാം ജുസുഇൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൽ ഖിയാമ എന്ന അധ്യായമുണ്ട്. QLS പഠിതാക്കൾ പഠിച്ചിരിക്കുന്ന അധ്യായമാണ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. ആ അധ്യായം അങ്ങനെ മുന്നോട്ട് ഓതിപ്പോയാൽ നമുക്ക് എത്തുന്ന ഒരു സ്ഥലമുണ്ട്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. അതെങ്ങനെയാ ഓതാറുള്ളത്? നമ്മളൊക്കെ വഖീല മർറാഖ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മൻ ഒരു സ്പേസ്, റാഖ്, അങ്ങനെ തന്നെ പറയണം. ഞാൻ പറയുന്നത് ഈ പാരമ്പര്യം, ഈ പാരായണ സവിശേഷത തുടങ്ങി വെച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെയാണ്. ജിബ്രീൽ എന്ന മലക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഓതിക്കൊടുത്തു. അത് അതുപോലെ അനുവർത്തിച്ചു വരുന്നു. എങ്കിൽ അതിന് സമാനമായ മറ്റു സന്ദർഭങ്ങളും ഖുർആനിലുണ്ടല്ലോ. അവിടെ എങ്ങനെ പാരായണം ചെയ്യേണ്ടത്? നൂനും റാഖും സംഗമിക്കുന്ന ഒന്നിലധികം സ്ഥലങ്ങൾ ഖുർആനിൽ വേറെയുമുണ്ട്. മിൻ റബ്ബിഹിം. എങ്ങനെ ഓതേണ്ടത്? മിൻ റബ്ബിഹിം ഓതാൻ പാടില്ല, മിർ റബ്ബിഹിം എന്ന് പറയാം. എന്നാൽ മൻ റാഖ് എന്നത് മറാഖ് എന്ന് പറയാനും പാടില്ല, തിരിച്ചു പറയണം. നാം പറയുന്നത് ഖുർആൻ പാരായണത്തിലെ ഈ പാരായണ പൊരുത്തം പോലും അല്ലാഹു നിശ്ചയിച്ചതാണ്. അത് അതേപടി മുഹമ്മദ് നബിക്ക് കാണിച്ചു കൊടുത്തതാണ്. അദ്ദേഹത്തിൽ നിന്ന് പിന്നീടുള്ളവർ ഏറ്റുവാങ്ങിയതാണ്. അപ്പോൾ പാരായണത്തിലും ഒരു അമാനുഷികത പുലർത്തുന്ന ഏക ഗ്രന്ഥം. ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഈ വരികൾ പാരായണം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പാരായണം ചെയ്യണം. കാരണം പാരായണത്തിന്റെ പ്രധാനപ്പെട്ട നിബന്ധനകളിൽപ്പെട്ടതാകുന്നു അങ്ങനെയായിരിക്കണം. അപ്പോൾ ഭാഷയുടെ തലത്തിലും പാരായണ സ്വഭാവത്തിലും ഈ വിശുദ്ധ ഖുർആൻ അജയ്യമായി നിൽക്കുന്നു, അല്ലെങ്കിൽ അമാനുഷികമായി നിൽക്കുന്നു. ഇനിയും വിശുദ്ധ ഖുർആൻ അമാനുഷികമായി നിൽക്കുന്ന മറ്റൊരു രംഗം നേരത്തെ പറഞ്ഞ അറബി
ഭാഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പണ്ഡിതന്മാരും ചിന്തകന്മാരും സംസാരിക്കുന്നത്. ഖുർആനിലൂടെ അറബി ഭാഷയുടെയും കൂടി ഐക്യരൂപം നിലനിർത്താൻ കഴിഞ്ഞു. ഖുർആൻ ഇങ്ങനെയായതുകൊണ്ട് അറബി ഭാഷ സംസാരിക്കുന്ന, അറബിയിൽ സംസാരിക്കുവാനും ആശയങ്ങൾ മനസ്സിലാക്കുവാനും സാധിക്കുന്ന ആളുകൾക്കെല്ലാം 10, 14, 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം ഈ ഭാഷക്കുണ്ടെങ്കിലും ഈ ഐക്യരൂപം ഭാഷ നിലനിർത്തുന്നു എന്നതുകൊണ്ട് ഏത് നാട്ടിലും ഏത് ഭൂഖണ്ഡത്തിലും താമസിക്കുന്ന ആളുകൾക്കും അറബിയിലൂടെ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു ഐക്യരൂപം അറബിയല്ലാത്ത മറ്റു ലോകഭാഷകൾക്കൊന്നും ഇല്ല എന്നാണ് വാസ്തവം. ഐക്യരൂപം എന്ന് പറഞ്ഞാൽ ഇന്ന് അറബി സംസാരിക്കുന്ന 10-22 രാജ്യങ്ങൾ ഏഷ്യൻ, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലായിട്ട് പരന്നു കിടക്കുന്നുണ്ട്. അതിനു പുറമെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. ഇനി ഭാഷ സംസാരിക്കാത്ത മുസ്ലിങ്ങൾ തന്നെയും ആരാധനയിലും നമസ്കാരത്തിലുമൊക്കെയായിട്ട് അറബി ഏതാനും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അമേരിക്കയിൽ ജീവിക്കുന്ന അറബിയാണെങ്കിലും, ലബനാനിയാണെങ്കിലും, ഇറാഖിയാണെങ്കിലും, മൊറോക്കോയാണെങ്കിലും, ഇന്ത്യയിലെ ആളാണെങ്കിലും എല്ലാവരും ഒരേ അറബിയാണ് സംസാരിക്കുന്നത്. ഒരേ അറബി ലിപികളാണ് ഉപയോഗിക്കുന്നത്. അറബി ലിപി ഉപയോഗിച്ച് എഴുതിയാൽ ഒരേ രൂപത്തിലാണ് വായിക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചത്? എല്ലാവർക്കും ഈ ഐക്യരൂപത്തിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് ഖുർആൻ അതുപോലെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അറബിക്ക് മാത്രമേ ഈ യൂണിഫോമിറ്റി ലോകത്തുള്ളൂ. അറബിയല്ലാത്ത മറ്റൊരു ഭാഷക്കും, ഏറ്റവും ലീഡിംഗ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷക്ക് പോലും ഇങ്ങനെ ഒരു ഐക്യ രൂപം കാണുക സാധ്യമല്ല. നമ്മൾ അയർലൻഡിൽ താമസിക്കുന്ന ഒരാളെയും ബ്രിട്ടനിൽ താമസിക്കുന്ന ഒരാളെയും അതുപോലെ അമേരിക്കയിൽ താമസിക്കുന്ന ഒരാളെയും കൂട്ടിയിരുത്തിയിട്ട് അവർക്കൊരു ഇംഗ്ലീഷ് വാക്ക് എഴുതാൻ നിങ്ങൾ പറഞ്ഞു കൊടുത്തു നോക്കൂ. 3 ആൾക്കാരും 3 കോലത്തിലാണ് എഴുതുക. ഹോണർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ എഴുതുക? HONOUR എഴുതുക. അമേരിക്കക്കാരൻ എങ്ങനെ എഴുതുക? അവിടെ യു ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഒരു 5 or 10 രാജ്യങ്ങളിലുള്ള ആളുകളെ ഒരു സ്പെസിമൻ എടുത്ത് അവർക്ക് ഏതാനും വാക്കുകൾ ഡിക്റ്റേഷൻ കൊടുത്താൽ ഓരോ നാട്ടുകാരും അവരവർക്ക് പരിചയമുള്ള സ്പെല്ലിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ എഴുതുകയുള്ളൂ. എന്നാൽ നേരത്തെ 22 രാജ്യങ്ങളിൽ അറബി മാതൃഭാഷയെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ നാട്ടിലെ ഓരോരുത്തരും വിളിച്ചോളിങ്ങൾ. മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ, ലിബിയ, ഇറാഖ്, ഹിജാസ്, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലെ ആളുകളെ വിളിച്ചു കൊണ്ടുവരും. അവർക്ക് അറബിയുടെ വാക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തു നോക്കൂ. നസ്വറ, കതബ എന്നൊക്കെ എഴുതാൻ പറഞ്ഞു കൊടുത്തു നോക്കൂ. അവരെല്ലാവരും ഒരേ രൂപത്തിൽ എഴുതുന്നു. ആർക്കും ലിപി മാറ്റണ്ടാകുകയില്ല. എഴുതിയെല്ലാവരും ഒരു രൂപത്തിലെ വായിക്കുകയുള്ളൂ. ഇതാണ് അറബി ഭാഷയുടെ ഐക്യരൂപം എന്നുള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നാം പറയുന്നത് ഈ ഐക്യരൂപം അറബി ഭാഷക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നത് എന്തിനു വേണ്ടിയാണ്? അറബി ഭാഷയിലൂടെ ഖുർആൻ പഠിക്കുക എന്ന ഈ ഒരു താല്പര്യം, ഈ ഒരു മർമ്മപ്രധാനമായ സംഗതി എളുപ്പമാവാൻ വേണ്ടിയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ പഠിക്കുവാനും ചിന്തിക്കുവാനും നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഖുർആനിന്റെ എളുപ്പമാണ് ഈ പറഞ്ഞത്. അറബി ഭാഷക്ക് ലോകവ്യാപകമായി തന്നെ, ആഗോള തലത്തിൽ തന്നെ അറബി ഭാഷക്ക് ഇന്നും നിലനിന്നു പോരുന്ന അതിന്റെ ഐക്യരൂപം അള്ളാഹു അങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്
ഖുർആൻ പഠിക്കുന്നവർക്ക് അത് എളുപ്പമാവാനും കൂടിയാകുന്നു എന്നർത്ഥം. അപ്പോൾ നാം പറഞ്ഞത് ഖുർആനിന്റെ ഈ അമാനുഷികത, അതിന്റെ ഓരോ ആയത്തുകളിലും, അത് പാരായണം ചെയ്യുന്ന ശൈലിയിലും, അതിന്റെ ഭാഷയായ അറബി ഭാഷയിലുമൊക്കെ അങ്ങിങ്ങായിട്ട് നമുക്ക് നുള്ളിക്കളയാൻ പറ്റാത്ത രൂപത്തിൽ അല്ലാഹു പലയിടത്തായിട്ട് നിക്ഷേപിച്ചിരിക്കുന്നു എന്ന കാര്യമാണ്. ഇതാകുന്നു ഖുർആന്റെ ആധികാരികത എടുത്തു കാണിക്കുന്ന അമാനുഷികതയുടെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടമായി ഖുർആൻ പറയുന്നത് അതിന്റെ നേരത്തെ പറഞ്ഞ വൈജ്ഞാനിക ശേഖരമാണ്. ഖുർആനായി നിൽക്കുന്നു, അജയ്യമായി നിൽക്കുന്നു, ഒരാൾക്കും അടുക്കുവാൻ സാധിക്കാതെ വെല്ലുവിളിയായി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ രണ്ടാമത്തെ ഘട്ടം ഖുർആന്റെ നോളേജ് കണ്ടന്റ്, വൈജ്ഞാനികമായ ശേഖരം. ഖുർആൻ അടങ്ങിയിരിക്കുന്ന വിവിധ വിജ്ഞാനങ്ങൾ, ആ വിജ്ഞാനങ്ങളെ എങ്ങനെ സമീപിച്ചു എന്ന ശൈലി, ആ വിജ്ഞാനങ്ങളിലൂടെ മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ തീരാത്ത നേട്ടങ്ങൾ, ഇവയെല്ലാം വെച്ചു നോക്കുമ്പോൾ ഒരു വൈജ്ഞാനിക ഗ്രന്ഥം എന്ന നിലക്കും ഖുർആൻ അജയ്യമാണ്. മനുഷ്യ നിർമ്മിതിയുടെ എല്ലാ വരമ്പുകൾക്കും അപ്പുറത്താണ്. നാം ആദ്യം പറഞ്ഞ പോലെ തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു അവതാരമാകുന്നു, അവതീർണമാകുന്നു എന്ന് സമ്മതിക്കാതെ വയ്യ. എന്താകുന്നു ഖുർആന്റെ ഈ ജ്ഞാനശേഖരം എന്നുള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? അത് നമ്മളായിട്ട് പറയുന്നതല്ല, ഖുർആൻ തന്നെയാകുന്നു പറയുന്നത്. അല്ലാഹു പറയുന്നു, വലഖദ് ജിഇനാഹും ബികിതാബിൻ, വലഖദ് ജിഇനാഹും ബികിതാബിൻ, നാം അവർക്കൊരു ഗ്രന്ഥം നൽകിയിരിക്കുന്നു. എന്താകുന്നു ഗ്രന്ഥത്തിന്റെ പ്രത്യേകത? ഫസ്വൽനാഹു അലാ ഇൽമിൻ, ജ്ഞാനാധിഷ്ഠിതമായിട്ട് ഈ ഗ്രന്ഥത്തെ നാം വിശദീകരിച്ചിരിക്കുന്നു. ഇൽമിന്റെ, അറിവിന്റെ, വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു ഈ ഗ്രന്ഥം നാം മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നത്. ഊഹാപോഹങ്ങളല്ല, കെട്ടുകഥകളല്ല, ഇതിഹാസങ്ങളല്ല, ഏതെങ്കിലും സാങ്കല്പിക ലോകത്തെ കഥകളല്ല, അല്ലെങ്കിൽ മനുഷ്യനെ പേടിപ്പിക്കുന്ന. സുഹൃത്തുക്കളെ, നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമസ്കാരത്തിന് നിർത്തിവെക്കാം. അതുവരെ ഏതാനും കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. നാം പറഞ്ഞത് ഖുർആനെ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇൽമിന്റെ, അറിവ്, വിജ്ഞാനം, ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഖുർആനിന്റെ എല്ലാ ആയത്തുകളും നമുക്ക് പഠിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്നത് എന്നാണ്. ലോകത്ത് പലതരം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പുസ്തകം പ്രസിദ്ധീകരിച്ച് ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ 20,000-വും 50,000-വും 1,00,000-വും കോപ്പി വിറ്റഴിഞ്ഞ പുസ്തകങ്ങൾ ലോകത്തുണ്ട്. കുറച്ചു മുമ്പ് വായനാ ലോകത്തെ പിടിച്ചുകുലുക്കിയ, പുസ്തക കമ്പോളത്തെ പിടിച്ചുകുലുക്കിയ ഒരു കൃതി ഉണ്ടായിരുന്നു, ഹാരി പോട്ടറിന്റെ കഥകൾ. അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ ഇത് വമ്പിച്ച രൂപത്തിൽ വിറ്റഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്താകുന്നു JK റൗളിംഗ് എഴുതിയ ഈ ഹാരി പോട്ടറുടെ കഥകൾ ചിന്തനീയമായിരുന്നുവോ? വൈജ്ഞാനികമായിരുന്നുവോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദാത്തമായ സിദ്ധാന്തവും തത്വവും ഈ ലോകത്തിന് സമ്മാനിക്കുന്നതായിരുന്നുവോ? ഒന്നുമായിരുന്നില്ല. ദുർമന്ത്രവാദങ്ങളിൽ കുടുങ്ങിയ ഒരു ബാലന്റെ അത്ഭുത കഥകളായിരുന്നു അത്. അതിൽ രസവും ഹരവും തോന്നിയ ആളുകൾ ആ പുസ്തകം വാങ്ങിക്കൂട്ടി അതിന് വേണ്ടുന്നതിനേക്കാളേറെ പ്രചാരം കൊടുത്തു. നാം പറയുന്നത് ഇന്നത്തെ വായനാ ലോകത്ത്, ഇന്നത്തെ ഗ്രന്ഥലോകത്ത് പുസ്തകത്തിന്റെ ന്യായവും അന്യായവും നോക്കാതെ
പുസ്തകത്തിന്റെ വൈജ്ഞാനികമായ കണ്ടന്റ്, വൈജ്ഞാനിക ശേഖരം വിലയിരുത്താതെയാണ് ഈ പറഞ്ഞ പോലെ ഓരോ പുസ്തകങ്ങളും പ്രസാധകന്മാരും സ്കൂപ്പ് നേടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്ര കോപ്പി വിറ്റു എന്ന നിലക്കാണ് പിന്നീട് അടുത്ത ഘട്ടം അത് ഗിന്നസ് ബുക്കിലേക്ക് പോകുന്നത്. എന്നാൽ ഇവിടെയാകുന്നു ഖുർആനിന്റെ വിജ്ഞാനം, ഖുർആൻ വായിച്ചാൽ ലഭിക്കുന്ന വിജ്ഞാനം എത്ര കണ്ട് വ്യതിരിക്തമാകുന്നു എന്നത് ഖുർആൻ അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ അഭിപ്രായത്തിൽ, ഖുർആനിന്റെ അഭിപ്രായത്തിൽ വായന നൽകുന്ന അറിവുകൾ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടുകളെ നിർണയിക്കുന്നതിലും അവന്റെ ചിന്തയെ ക്രമീകരിക്കുന്നതിലും അവനെ പ്രവർത്തന സജ്ജമാക്കുന്നതിലും ഓരോ വായനക്കും വലിയ പങ്കുണ്ട് എന്ന കാര്യമാണ്. ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്, 6000-ലധികം ആയത്തുകളുണ്ട്. ഈ പറഞ്ഞ ഓരോ അധ്യായങ്ങൾക്കും ആയത്തുകൾക്കും, ഇനി ഈ ആയത്തുകളിലുള്ള ഓരോ പദങ്ങൾക്കും വാക്കുകൾക്കുമൊക്കെ ഇങ്ങനെ മനുഷ്യനെ ശാക്തീകരിക്കാൻ കഴിയുമെന്നാകുന്നു അള്ളാഹു പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു ശാക്തീകരണം സാധ്യമാകുമ്പോഴാണ് ഈമാനികമായി തന്നെ, വിശ്വാസപരമായി തന്നെ നമുക്കൊരു ഉണർവും ആവേശവും താല്പര്യവുമെല്ലാം ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളുടെ മനസ്സ് തുരുമ്പെടുക്കുവാൻ സാധ്യതയുണ്ട് എന്ന്. ഇന്നൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്. ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് തുരുമ്പെടുക്കുമെന്ന് അദ്ദേഹം പ്രവചിക്കുകയുണ്ടായി. ഇരുമ്പ് നാം പുറത്ത് കൂട്ടിയിട്ടാൽ 1-2 ദിവസവും മഞ്ഞും മഴയും വെയിലും കൊണ്ടാൽ അതിൽ തുരുമ്പ് വരും. ആ തുരുമ്പ് അങ്ങനെ തന്നെ വിട്ടുപോവുകയാണെങ്കിലോ പറ്റ ദ്രവിച്ചു പോകും. ഇതുപോലെ മനസ്സും തുരുമ്പെടുത്ത് ദ്രവിച്ചു പോകും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, എങ്ങനെയാകുന്നു തുരുമ്പെടുക്കാതെ സൂക്ഷിക്കുക എന്ന്? മനുഷ്യന്റെ അമൂല്യമായ ചിന്തകളുടെയും വിചാരങ്ങളുടെയും എല്ലാം അത്താണിയായ ഈ മനസ്സ് ദ്രവിച്ചു പോവാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 കാര്യമേ ഉള്ളൂ ദ്രവിക്കാതിരിക്കണമെങ്കിൽ. ഒന്ന് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഖുർആൻ പാരായണവും ഖുർആൻ പഠനവും ഖുർആനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനവും മനസ്സിന്റെ ജീവൻ നിലനിർത്തുകയും അത് ദ്രവിച്ചു പോവാതെ തുരുമ്പെടുക്കാതെ ഈമാനിന്റെയും ഭക്തിയുടെയും അള്ളാഹുവിനോടുള്ള അനുസരണത്തിന്റെയും പാതയിലേക്ക് ആ മനസ്സിനെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ദ്രവിച്ചു പോവാത്ത, എന്നെന്നും സജീവമായി ചിന്തിക്കുവാനും പഠിക്കുവാനും സ്വയം താല്പര്യം കാണിക്കുന്ന രൂപത്തിലാണ് പഠിക്കാനിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആയത്തിലൂടെയും വൈജ്ഞാനികമായ ശേഖരങ്ങൾ വിശ്വാസിയെ തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. വലഖദ് ജിനാഹും ബികിതാബിൻ ഫസ്വൽനാഹു അലാ ഇൽമിൻ. ജ്ഞാനാധിഷ്ഠിതമായി അറിവിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്ന, വിശദീകരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നാം അവർക്ക് നൽകിയിരിക്കുന്നത്. ഇതാകുന്നു ഖുർആനിന്റെ അമാനുഷികതയുടെ 2ാമത്തെ ഭാഗം. എങ്ങനെയാകുന്നു ഈ അറിവ് അമാനുഷികമാകുന്നത്? അത് നമുക്ക് പിന്നീട് പറയാം. തൽക്കാലം നമുക്ക് ഈ ഒരു പോയിന്റിൽ നമസ്കാരത്തിന് വേണ്ടി പിരിയുന്നതിന് മുമ്പായി നിർത്താം. അള്ളാഹു നമുക്ക് അവൻ നൽകിയിരിക്കുന്ന ഖുർആനിന്റെ ഈ ദിവ്യ ദീപ്തിയിലൂടെ, പ്രകാശത്തിലൂടെ നടന്നെടുക്കുവാനും ഖുർആനിന്റെ വാക്താക്കളായി, അതിന്റെ ജീവിച്ചിരിക്കുന്ന പതിപ്പുകളായി കർമ്മത്തിലൂടെയും ചിന്തയിലൂടെയും നമുക്ക് ചുറ്റുമുള്ള ഈ ആളുകൾക്കിടയിൽ അതിനെല്ലാം സാക്ഷികളായി ജീവിക്കുവാനും നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
نصلي ونسلم على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. السلام عليكم ورحمة الله. ബഹുമാനരായ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നാം നേരത്തെ സംസാരിച്ചത് ഖുർആനിന്റെ അജയ്യതയും അതിന്റെ അമാനുഷികതയും എടുത്തു കാണിക്കുന്ന രണ്ട് കാര്യങ്ങളെ പറ്റിയായിരുന്നു. ഒന്ന്, അതിന്റെ ബാഹ്യമായ വിലയിരുത്തലിൽ തന്നെ ബോധ്യപ്പെടുന്ന ഭാഷാപരമായ അതിന്റെ ഘടനാപരമായ പ്രത്യേകതകൾ. അത് വാക്കുകളിലും ആയത്തുകളിലും പാരായണത്തിലും ഒരുപോലെ അമാനുഷികമായി മാറ്റമില്ലാതെ നിലകൊള്ളുന്നു എന്ന് നാം പ്രതിപാദിക്കുകയുണ്ടായി. ഖുർആൻ അജയ്യമായി നമ്മുടെ വിശ്വാസത്തെയും ഭക്തിയെയും നമ്മെ തന്നെയും ശാക്തീകരിക്കുന്ന ഘടകമായി നിൽക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് അതിന്റെ വൈജ്ഞാനിക സമ്പത്ത് എന്നതായിരുന്നു നാം നേരത്തെ അവസാനിപ്പിച്ചത്. ഖുർആനിന്റെ എല്ലാ ആയത്തുകളിലും ഈ പറഞ്ഞ ഒരു വൈജ്ഞാനിക സമീപനം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ വൈജ്ഞാനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഉള്ള സാധ്യതകളും വൈജ്ഞാനിക ലോകത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളും നാം ഈ സന്ദർഭത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. വിജ്ഞാനത്തിന്റെ മഹാവിസ്ഫോടനം തന്നെ നടന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും തൊട്ട് മുമ്പിൽ കഴിഞ്ഞ മണിക്കൂറിലുള്ള വിജ്ഞാനങ്ങൾ മാറ്റിപ്പറയുന്നിടത്തോളം വിജ്ഞാനത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ച ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ വിജ്ഞാനത്തെ ഒന്നുകൂടി മാറ്റുരക്കുവാനാവുന്നു ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഖുർആനിന്റെ വൈജ്ഞാനിക ആധികാരികതയും ഇന്ന് നാം കണ്ടുപിടിക്കുന്ന ശാസ്ത്രം നമുക്ക് സമ്മാനിക്കുന്ന വിജ്ഞാനത്തിന്റെ ആധികാരികതയും എങ്ങനെ മാറ്റുരക്കാം എന്നത് അന്വേഷിക്കേണ്ട, ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യന്റെ മുമ്പിലേക്ക് വിജ്ഞാനം വരുന്ന 2-3 സ്രോതസ്സുകളാണ് ലോകത്തുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് പരീക്ഷണം. അതിന് വേണമെങ്കിൽ നമുക്ക് ശാസ്ത്രം എന്നും പറയാം. പരീക്ഷണത്തിലൂടെ, ലാബിൽ നടത്തിയ പരീക്ഷണത്തിലൂടെ ബോധ്യപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നാളെ ശാസ്ത്രമായിട്ട് രൂപാന്തരപ്പെടുന്നു. അതിന് അതിൻ്റെതായ തിയറികളും സിദ്ധാന്തങ്ങളും ശാസ്ത്രജ്ഞന്മാർ സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് ഒരു പരിധിവരെ ശരിയായിരിക്കുകയും ചെയ്യും. പരീക്ഷണങ്ങളുടെ ഈ ലോകം വരുന്നതിന് മുമ്പ് വിജ്ഞാനത്തിന്റെ സ്രോതസ്സായി ലോകം അംഗീകരിച്ചിരുന്നത് തത്വശാസ്ത്രത്തെയായിരുന്നു. അന്ന് ശാസ്ത്രമുണ്ടായിരുന്നില്ല. യവന സംസ്കാരത്തിൽ അറിയപ്പെട്ട സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ടോളമി തുടങ്ങിയ നിരവധി ചിന്തകന്മാരും ദാർശനികന്മാരും വിജ്ഞാനമായി സ്വീകരിച്ചിരുന്നതും കണ്ടിരുന്നതും ശാസ്ത്രത്തെക്കാളേറെ തത്വശാസ്ത്രമായിരുന്നു, ഫിലോസഫിയായിരുന്നു. അന്ന് ഇന്നത്തേതുപോലെ ശാസ്ത്രീയമായ സമവാക്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ലാബുകൾ ഉണ്ടായിരുന്നില്ല. ബയോളജിയും ഊർജതന്ത്രവും രസതന്ത്രവുമൊന്നും ഇന്നത്തേതുപോലെ വളർന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ യവന സംസ്കാരത്തിൽ ഈ പണ്ഡിതന്മാരൊക്കെ ഫിലോസഫേഴ്സ് ആയിരുന്നു, ദാർശനികന്മാരായിരുന്നു. ദാർശനികമായ സൂത്രവാക്യങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢത കെട്ടഴിക്കുവാൻ അവർ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ തത്വശാസ്ത്രത്തിലൂടെയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിജ്ഞാനമായി, പുതിയ അറിവുകളായി ലോകത്തിന് നേടാൻ കഴിഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ 1-2 മാർഗങ്ങൾ, ശാസ്ത്രത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും മാർഗങ്ങൾ പൂർണ്ണമായി ശരിയാകുന്നു എന്ന് അവർക്ക് തന്നെയും അഭിപ്രായമില്ല. കോപ്പർനിക്കസും ടോളമിയുമെല്ലാം ഭൂമിയെയും
സൗരയൂഥങ്ങളെയും സൂര്യന്റെ ചലനത്തെയുമെല്ലാം വിലയിരുത്തിയത് വിവിധ രൂപത്തിലായിരുന്നു. അപ്പോൾ ശാസ്ത്രം അറിവിന്റെ അവസാന വാക്കാവുന്നു എന്ന് ആരും വാദിക്കുന്നില്ല. ഈ ശാസ്ത്രത്തിനപ്പുറത്ത് മറ്റൊരു അറിവുണ്ട് എന്നത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വൈജ്ഞാനിക സ്രോതസ്സുകൾക്ക് തെറ്റുപറ്റാം, മാറ്റം സംഭവിക്കാമെങ്കിൽ മാറ്റമില്ലാത്ത, തെറ്റുപറ്റാൻ ഇടയില്ലാത്ത മൂന്നാമത്തെ ഒരു സ്രോതസ് ഉണ്ടായേ മതിയാവും. അതാവുന്നു വെളിപാടുകൾ. മതത്തിന്റെ ഭാഷയിൽ അതിന് വഹ്യ് എന്ന് പറയാം. ഖുർആൻ ആ രൂപത്തിലുള്ള ഒരു വഹ്യാണ്. ആദ്യം പറഞ്ഞ ശാസ്ത്രീയമായ കാര്യങ്ങൾ ഖുർആനിൽ ഉണ്ടായേക്കാം. രണ്ടാമത് പറഞ്ഞ തത്വശാസ്ത്രപരമായ കാര്യങ്ങളും കണ്ടേക്കാം. പക്ഷേ ശാസ്ത്രത്തെക്കാളേറെ, തത്വശാസ്ത്രത്തെക്കാളേറെ ഖുർആനെ പരിചയപ്പെടുത്തുന്നത് ഒരു വഹ്യ് എന്ന രൂപത്തിലാകുന്നു. വകദാലിക അൻസൽന ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അല്ലാഹു പ്രവാചകന് നൽകിയിരിക്കുന്ന വഹ്യ് മാത്രമാകുന്നു ഇത് എന്നാകുന്നു ഖുർആൻ പറയുന്നത്. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദിഹി. മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും നൽകിയിരിക്കുന്നത് പോലെയുള്ള ഒരു വെളിപാട് വഹ്യാണ് ഇതിലൂടെ നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഖുർആൻ ആദ്യാവസാനം വഹ്യിന്റെ പട്ടികയിലാകുന്നു അല്ലാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രമായി, തത്വശാസ്ത്രമായി, വെളിപാട് അഥവാ വഹ്യ്, ഈ മൂന്നും വിജ്ഞാനങ്ങൾ വരുന്ന വിവിധ കൈവഴികളാകുന്നു, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് നോളജ് ആകുന്നു. ഇത് മൂന്നും പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. ശാസ്ത്രം തത്വശാസ്ത്രത്തോട് വിരുദ്ധമാകുന്നുണ്ടോ? ശാസ്ത്രം വഹ്യിനോട് വിരുദ്ധമാകുന്നുണ്ടോ? വഹ്യ് ശാസ്ത്രത്തിന് വിരുദ്ധമാണോ? ഖുർആൻ പറയുന്നത് ഇത് മൂന്നും പരസ്പര പൂരകങ്ങളാകുന്നു എന്നതാണ്. എന്ന് മാത്രമല്ല, ശാസ്ത്രവും തത്വശാസ്ത്രവും അവസാനിക്കുന്നിടത്ത് വഹ്യ് സജീവമായി എഴുന്നേറ്റ് നിൽക്കുകയാകുന്നു. ശാസ്ത്രവും തത്വശാസ്ത്രവും അവസാനിക്കുന്നിടത്ത് വഹ്യ് തുടങ്ങുകയാകുന്നു. ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ സാധിക്കാത്ത മേഖലകളിലേക്ക് വെളിച്ചം വീശുന്നത് വഹ്യിലൂടെ ലഭിക്കുന്ന അറിവുകളാകുന്നു. അപ്പോൾ വഹ്യിലൂടെ ആയിരിക്കണം, ദിവ്യ സന്ദേശത്തിലൂടെ കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒന്നും രണ്ടും വഴികളിലൂടെ വന്നിരിക്കുന്ന അറിവുകളെ മാറ്റുരക്കേണ്ടത്. ശാസ്ത്രം ശരിയാണോ, തത്വശാസ്ത്രം ശരിയാണോ എന്ന് നാം അറിവുകളെ മാറ്റുരക്കേണ്ടത്, അതിന് ഉപയോഗിക്കേണ്ടത് അവസാനം പറഞ്ഞ വഹ്യിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാകുന്നു ഖുർആൻ പറയുന്നത്. എന്താകുന്നു കാരണം? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ശാസ്ത്രത്തിന് തെറ്റാം, തത്വശാസ്ത്രങ്ങൾക്ക് മാറ്റം വരാം. എന്നാൽ തെറ്റില്ലാതെ, ന്യൂനതകളില്ലാതെ, മാറ്റേണ്ട ആവശ്യമില്ലാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ നിലകൊള്ളുവാൻ വഹ്യിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആരാകുന്നു വഹ്യിന്റെ ദാതാവ്? വഹ്യിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവൻ ആരാകുന്നു? അവിടെ മനുഷ്യന്റെ ബുദ്ധിയല്ല. മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്ന ബുദ്ധിയോട് ബുദ്ധിപരമായി തന്നെ കൃത്യമായും സംസാരിക്കുന്ന വഹ്യിന്റെ ഉപജ്ഞാതാവ് അല്ലാഹുവാകുന്നു. അലാ യഅ്ലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ അല്ലാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുൽ അൻസലഹു അല്ലദീ യഅ്ലമു സിർറ ഫിസ് സമാവാതി വൽ അർദ്. ഈ വഹ്യ് ഇവിടെ നൽകിയിരിക്കുന്നത്, വഹ്യിലൂടെ ജനങ്ങൾക്ക് വിജ്ഞാനം കൈമാറിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ
രഹസ്യങ്ങളും സൂക്ഷ്മതകളും കൃത്യമായി അറിയുന്ന അല്ലാഹുവാകുന്നു. അതാകുന്നു വഹയിന്റെ ആധികാരികത. എല്ലാ സിറുകളും രഹസ്യങ്ങളും നിഗൂഢതകളും എല്ലാ പ്ലാനിങ്ങുകളും കൈയടക്കി വെച്ചിരിക്കുന്നവനാകുന്നു ഈ വഹയി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു അവകാശവാദം നൽകുവാൻ ന്യൂട്ടന് സാധിക്കുമോ? കോപ്പർനിക്കസിന് സാധിക്കുമോ? ആർക്കും സാധിക്കുകയില്ല. സിറ് എന്നത് വല്ലാത്തൊരു വാക്കാണ്. ഖുർആനിന്റെ ആത്മാവ് എവിടെയാകുന്നു എന്ന് അന്വേഷിക്കുവാൻ ഖുർആൻ തന്നെ നൽകുന്ന വാക്കാകുന്നു സിറ്. ഖുൽ അൻസലഹുല്ലദീ യഅലമു സിറ ഫിസ്സമാവാതി വൽ അർദ്. ആകാശത്തിലും ഭൂമിയിലും നിഗൂഢമായ കാര്യങ്ങൾ എവിടെയാണോ ഉള്ളത് എന്ന് എനിക്കറിയുകയില്ല, നമുക്കറിയുകയില്ല, ആർക്കും അറിയുകയില്ല. നമ്മളൊക്കെ അതിന്റെ ഒരു 4,000 പോലും എത്തിയിട്ടില്ല എന്നാകുന്നു ഖുർആൻ പറയുന്നത്. ഒരുപാട് സംശയങ്ങൾ, ആശങ്കകൾ ഇനിയും ബാക്കിയാണ്. പ്ലാനിങ്, നമുക്ക് പ്ലാനിങ് ഉണ്ട്. പക്ഷേ പ്ലാനിങ് കൊണ്ട് എന്ത് നടക്കും, എങ്ങനെ നടക്കും, എന്തെല്ലാം, എപ്പോഴെല്ലാം ആർക്കും പറയാൻ സാധിക്കുകയില്ല. തൃശ്ശൂരിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് 1.5 മണിക്കൂർ യാത്രയെടുക്കും. അങ്ങനെയാണെങ്കിൽ 10 മണിക്ക് പുറപ്പെടുന്ന ബസ് എപ്പോഴും മൂവാറ്റുപുഴയിലെത്തും. ആർക്ക് പറയാൻ സാധിക്കും? ആർക്കും സാധിക്കുകയില്ല. ബസ് ഓടിക്കുന്ന ഡ്രൈവർക്കോ KSRTCക്കോ യാത്രക്കാർക്കോ ആർക്കും പ്രവചിക്കാൻ സാധിക്കുകയില്ല ഇത് 11:30-ക്ക് മൂവാറ്റുപുഴയിലെത്തുമെന്ന്. എന്താകുന്നു കാരണം? ബസ് യാന്ത്രികമായി അന്യൂനമാണ്. ടാങ്കിൽ ഡീസലുണ്ട്, ഓടിക്കുന്ന ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ട്, വേറെ ഒരു തകരാറുകളുമില്ല. എന്നിരുന്നാൽ പോലും ഈ ബസ് 11:30-ക്ക് മൂവാറ്റുപുഴയിലെത്തുമെന്നത് ഗ്യാരണ്ടീഡ് അല്ല. എത്തിയെങ്കിൽ എത്തി, എത്ര മാത്രമേ ഉള്ളൂ. ഇതാകുന്നു നമ്മുടെ സൂക്ഷ്മതയുടെയും പ്ലാനിങ്ങിന്റെയും പരിമിതി. എന്നാൽ ഈ ആകാശഭൂമികളിൽ നടക്കുന്ന അതീവ രഹസ്യം പോലും കൃത്യമായി അറിയുന്ന അള്ളാഹുവിന്റെ പ്ലാനിങ്ങോ, അവിടെ ഈ പറഞ്ഞ അനിശ്ചിതത്വമില്ല. 400 കൊല്ലങ്ങൾക്ക് ശേഷം സൂര്യൻ ജൂൺ 12-ന് എപ്പോൾ ഉദിക്കും എന്ന് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കണക്ക് കൂട്ടി പറയാം. അല്ലെങ്കിൽ ഒരു 500 കൊല്ലങ്ങൾക്ക് ശേഷം സൂര്യഗ്രഹണം എപ്പോഴുണ്ടാകും നമുക്കിവിടെ കൃത്യമായിട്ട് കണക്ക് കൂട്ടാം. ഒരു മിനിറ്റ് നേരത്തെയാവാതെ, ഒരു മിനിറ്റ് വൈകാതെ കൃത്യമായി ഗ്രഹണങ്ങളുടെയും സൂര്യചന്ദ്രന്മാരുടെ പോക്കുവരവും എല്ലാം കണ്ടുപിടിക്കാം. എന്താകുന്നു കാരണം? ഖുൽ അൻസലഹുല്ലദീ യഅലമു സിറ ഫിസ്സമാവാതി വൽ അർദ്. ഈ പ്രപഞ്ചത്തിലെ നിഗൂഢതകളും സൂക്ഷ്മമായ കാര്യങ്ങളും അറിയുന്നവനാകുന്നു ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു 1.5 മണിക്കൂർ യാത്ര പോലും നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതിനെപ്പറ്റി ആധികാരികമായി പറയാൻ കഴിയുന്നില്ല എങ്കിൽ, ഈ പറഞ്ഞ കോടാനുകോടി വർഷങ്ങളിൽ നടക്കുന്ന അതിസൂക്ഷ്മമായ പ്രവർത്തനം പോലും അല്ലാഹു ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വളരെ വ്യക്തമായ സ്പഷ്ടമായ ഒരു ഗ്രന്ഥത്തിൽ ഇവയെല്ലാം അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കൃത്യമായ അനുപാതത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. എല്ലാത്തിനെയും സൃഷ്ടിച്ചു, എല്ലാത്തിനും കൃത്യമായ അനുപാതത്തിലുള്ള വ്യവസ്ഥകൾ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. എല്ലാം കൃത്യമായിരിക്കും. നമ്മളെ കൊണ്ട് കൃത്യമാക്കാൻ സാധിക്കുകയില്ല. കൃത്യമാക്കാം, പക്ഷെ അതിന്റെ പരിമിതിയുണ്ട്. ഒരു വണ്ടി, ഒരു കാർ ഒരു കയറ്റത്തിൽ വെച്ച് നമ്മൾ ഗിയർ ന്യൂട്രലായിട്ട് തള്ളിവിടുക ഇറക്കത്തിലേക്ക്, ആ കാർ എങ്ങോട്ടാ പോവുക? എങ്ങോട്ടും പോകും. റോഡിലൂടെ പോകും, അടുത്ത പറമ്പിലേക്ക് പോകും, മറിയാം, എല്ലാം ചെയ്യാം. ഇതാണ് നമ്മളുടെ പരിമിതി. ഈ വാഹനം നോക്കുവാൻ ആളില്ല എങ്കിൽ എങ്ങോട്ട് പോകുമെന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ സൂര്യനോ ചന്ദ്രനോ ചൊവ്വയോ വ്യാഴമോ നക്ഷത്രങ്ങളോ ഒന്നും ഇങ്ങനെ ഏറ്റുമുട്ടുകയില്ല.
എല്ലാം കുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ, കൃത്യമായിട്ട് ഓരോ ഗോളത്തിൽ ഓരോ ഭ്രമണപഥത്തിലും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാകുന്നു വഹയിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാകുന്നു ജ്ഞാനാധിഷ്ഠിതമായിട്ട് അറിവിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതിന് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏതാനും നിസ്സാരമായ ഉദാഹരണങ്ങളിലൂടെ ഖുർആൻ നമ്മുടെ ബുദ്ധിയെ ശക്തിപ്പെടുത്തുന്നത്. ഇങ്ങനെ നാം പറയാൻ ശ്രമിച്ചാൽ ഈ അണ്ഡകടാഹങ്ങളിലായി പരന്നുകിടക്കുന്ന സൂക്ഷ്മവും സ്ഥൂലവുമായ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഒരു മനുഷ്യന്റെ പുരുഷായുസ്സുകൊണ്ട് വായിച്ചവസാനിപ്പിക്കുക അസാധ്യമാണ്. ഒരു പുരുഷായുസ് എന്ന് പറഞ്ഞതിൽ എത്ര ദൈർഘ്യമുണ്ടെങ്കിലും ഒരു 70 വയസ്സ് ജീവിക്കുന്ന മനുഷ്യൻ 70 വയസ്സും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും അങ്ങനെ ഈ ഭൂമുഖത്ത് ഇപ്പോൾ ജീവിക്കുന്ന 700 കോടി ആളുകൾ എല്ലാവരും എല്ലാം മാറ്റിവെച്ച് പ്രപഞ്ചത്തെ പഠിക്കാൻ തീരുമാനിച്ചാൽ പോലും ഈ പ്രപഞ്ചത്തിന്റെ ഒരു മൂലയിലേക്ക് പോലും നമ്മുടെ പഠനം എത്തുകയില്ല എന്നതാകുന്നു നമ്മുടെ നിസ്സഹായാവസ്ഥ. അതിനെപ്പറ്റി ഖുർആൻ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. കുൽ ലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാം വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅത അബ്ഹർ മാ നഫിദത് കലിമാത്തുല്ലാഹ്. നമ്മുടെ വൈജ്ഞാനിക ലോകത്ത് നമ്മുടെ പരിമിതിയും ഈ പരിമിതികളില്ലാത്ത പരിധിയില്ലാത്ത ലോകത്തിരുന്നു കൊണ്ട് നോക്കിക്കാണുന്ന അള്ളാഹുവിന്റെ കഴിവുമാകുന്നു ഇവിടെ താരതമ്യം ചെയ്യുന്നത്. വലൗ അന്ന മാഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാം, ഈ ഭൂമുഖത്തുള്ള എല്ലാ മരങ്ങളും നാളെ മുതൽ നാം ചെത്തിക്കൂർപ്പിച്ച് പേനയാക്കുന്നു എന്ന് സങ്കല്പിക്കുക. വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅത അബ്ഹർ, ഈ ഭൂമിയിലുള്ള സപ്തസാഗരങ്ങളും പുറമെയുള്ള തടാകങ്ങളുമൊക്കെ വറ്റിച്ച് മഷിയാക്കുന്നു എന്നും സങ്കല്പിക്കുക. ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും ചെത്തിമിനുക്കി പെൻസിലാക്കുന്നു, പേനയാക്കുന്നു, മറുഭാഗത്ത് വെള്ളമെല്ലാം വറ്റിച്ച് മഷിയാക്കുന്നു. ഈ മഷി കൊണ്ട് ഈ പേനകൾ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ വിജ്ഞാനങ്ങൾ, വിജ്ഞാന ശേഖരമായ ഈ പ്രപഞ്ചത്തെ എഴുതാൻ തുടങ്ങുന്നു എന്നും സങ്കല്പിക്കുക. എന്നാലോ തീരുമോ? മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വിജ്ഞാനം അവസാനിക്കുന്ന പ്രശ്നമേയില്ല. ഭൂമുഖത്ത് എത്ര മരങ്ങളുണ്ട്, എത്ര കാടുകളുണ്ട് നമുക്കറിയില്ല. ആ കാട്ടിലെ മരങ്ങൾ മുഴുവനും പേനയാക്കി എഴുതിയിരുന്നാൽ പോലും ഈ ഭൂമുഖത്ത് ലഭ്യമായ ജലശേഖരം മുഴുവനും മഷിയാക്കി മാറ്റിയാൽ പോലും അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന വൈജ്ഞാനിക ശേഖരത്തിന്റെ ഒരംശം പോലും എഴുതി പൂർത്തിയാക്കുവാൻ, രേഖപ്പെടുത്തുവാൻ മനുഷ്യ നിനക്ക് സാധിക്കുകയില്ല എന്നാകുന്നു അള്ളാഹു അറിയിക്കുന്നത്. ഇതാകുന്നു മനുഷ്യന്റെ വിജ്ഞാനത്തിന്റെ പരിമിതിയും പരിമിതിയില്ലാത്ത ദിവ്യജ്ഞാനങ്ങളുടെ വഹയിന്റെ വിജ്ഞാനവും. ഇനി നാം ചിന്തിക്കൂ, ശാസ്ത്രമാണോ ശരി? തത്വശാസ്ത്രമാണോ സ്വീകരിക്കേണ്ടത്? അതല്ലെങ്കിൽ മൂന്നാമത്തെ നാം പരാമർശിച്ച വഹയിനാണോ ആധികാരികതയുള്ളത്? ഇവിടെയാവുന്നു ഖുർആൻ വലഖദ് ജിനാഹും ബികിതാബിൻ അലാ ഇൽമിൻ എന്ന് നാം നേരത്തെ പറഞ്ഞ അടിവരയിട്ടുകൊണ്ട് വായിക്കേണ്ട ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടി പ്രസക്തമായിത്തീരുന്നത് വൈജ്ഞാനിക അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നാം അവർക്ക് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ വൈജ്ഞാനികമായി വിശദീകരിക്കുവാൻ ശാസ്ത്രത്തിനോ തത്വശാസ്ത്രത്തിനോ സാധിക്കുകയില്ല. അതൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ഏകപക്ഷീയമായ അല്ലെങ്കിൽ ഭാഗികമായ പരിമിതമായ അറിവുകളും വിഷയങ്ങളും വിശകലനങ്ങളും മാത്രമാണ്. ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ച ആള് ന്യൂട്ടൺ. അതിന് സമാനമായ
സാഹചര്യം അദ്ദേഹം പറയുന്നുണ്ട്. തന്റെ തലയുടെ മുകളിലേക്ക് മരത്തിൽ നിന്നുള്ള പഴം വീണു. അതാകുന്നു അതിന്റെ ഒരു മുഖ്യ ഹേതുവായിട്ട് അദ്ദേഹത്തിന്റെ ചിന്തയെ വഴിതിരിച്ച് വിട്ടത്. അത് ശരിയാണ്. മരത്തിൽ നിന്ന് ആപ്പിൾ താഴത്തേക്ക് വീണു. അതിൽ ഒരു സയൻസ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് വിഷയമാണോ? മരവും ആപ്പിളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അതിലൂടെ വായിച്ചു കഴിഞ്ഞോ? ഇല്ല എന്നാണ് മതം പറയുന്നത്. അത് ആ വിഷയത്തിന്റെ ഭാഗികമായ ഒരു വിജ്ഞാനമാണ്. മരത്തിൽ നിന്ന് ആപ്പിൾ താഴത്തേക്ക് വീണു എന്നുള്ളത്. എങ്ങനെയാകുന്നു ഈ വിജ്ഞാനത്തെ സമഗ്രമായി കാണേണ്ടത്? ഒരു പഴം താഴത്തേക്ക് വീഴുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലേ? ഈ മരവുമായി ബന്ധപ്പെട്ട് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. മരത്തിന്റെ ഇലയും ചില്ലയും കൊമ്പും എങ്ങോട്ടാ പോകുന്നത്? മുകളിലേക്കാ പോകുന്നത്. അത് താഴത്തേക്ക് വരുന്നില്ല. മരത്തിന്റെ വേരെങ്ങിട്ടാ പോകുന്നത്? അത് പിന്നെയും താഴത്തേക്കാ പോകുന്നത്. ഇങ്ങനെ ന്യൂട്ടന്റെ ശ്രദ്ധയിൽപ്പെടാത്ത 100 കണക്കിന് കാര്യങ്ങൾ ആ മരച്ചുവട്ടിലുണ്ടായിരുന്നു. ഇതും കൂടി പഠനവിധേയമാക്കണമെന്നാകുന്നു മതം പറയുന്നത്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് ലഭിക്കുന്ന അറിവുകളെ മതത്തിന്റെ വഹിയിലൂടെ എങ്ങനെ അന്യൂനമായി കണ്ടെത്താം? അത് അള്ളാഹുവിന്റെ അത്ഭുതമായി, പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ ഒരു അടയാളമായി, തന്റെ ഈമാൻ ശക്തിപ്പെടുത്തുവാനുള്ള മാർഗമായി എങ്ങനെ വിലയിരുത്താം എന്നതാകുന്നു വഹയ്യ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. തൻസീലും മിൻ ഹകീമിൻ ഹമീദ് ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. ഈ വഹിയിലൂടെ ലഭിച്ചിരിക്കുന്ന ഈ ദിവ്യഗ്രന്ഥത്തിന്റെ അതിന് മുമ്പോ ശേഷമോ ഒരു ബാത്തിൽ, ഒരു അസത്യമായ കാര്യം, ഒരു യാഥാർത്ഥ്യമല്ലാത്ത കാര്യം ഈ വഹിയിന്റെ അടുത്തുകൂടെ പോയിട്ടില്ല. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, എല്ലാം അറിയുന്ന, എല്ലാവരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അവതരണമായതുകൊണ്ട് അസത്യത്തിന്റെ ഒരു ലാഞ്ചന പോലും ഈ ഗ്രന്ഥത്തിൽ കാണുകയില്ല എന്ന ധൈര്യപൂർവമുള്ള വെല്ലുവിളി യഥാർത്ഥത്തിൽ ഖുർആൻ വിജ്ഞാനമല്ലാത്ത മറ്റെല്ലാ വിജ്ഞാനങ്ങളെയും ഒന്നുകൂടി മാറ്റുരക്കുവാൻ മനുഷ്യൻ തയ്യാറാവണം എന്ന ഒരു ആഹ്വാനം കൂടിയായിട്ടാണ് ഖുർആൻ നമ്മെ കേൾപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഖുർആൻ വൈജ്ഞാനിക ലോകത്ത് എങ്ങനെ അജയ്യമായി തല ഉയർത്തി നിൽക്കുന്നു എന്നതിന് മുമ്പിൽ ഖുർആൻ തന്നെ ബോധിപ്പിക്കുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ശാസ്ത്രം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതും വഴി കാണിച്ചു കൊടുക്കുന്നതും എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കുവാനാണ്. ഹൗ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലും ബസ്സുകളിലും 10 രൂപക്ക് ഒരു ചോദ്യാവലി വിൽക്കുന്ന വിൽപ്പനക്കാരനെ കണ്ടിട്ടില്ലേ? കൊട്ടാവാടിയുടെ എന്തുകൊണ്ട് ഉണങ്ങുന്നു, അങ്ങനെ എന്തുകൊണ്ട് എന്ന് തുടങ്ങി കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ച് 10 രൂപക്ക് വിൽക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ പറയുന്ന ചോദ്യങ്ങളാണ്, പരമാർത്ഥങ്ങളാണ്. പക്ഷെ ഉത്തരങ്ങൾ താൽക്കാലികമായി തട്ടിക്കൂട്ടിയെടുത്തിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. പലതിനും ആ ഉത്തരമാവുകയില്ല. അതവിടെ ഇരിക്കട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ മുക്കുമൂലകളിലേക്ക് നമുക്ക് പോയാൽ എന്തുകൊണ്ട്, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് ഇപ്പോഴും നമുക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടാത്ത 100 കണക്കിന് കാര്യങ്ങളുണ്ട്. അവിടെ ഉത്തരം നൽകാൻ, തൃപ്തികരമായ മറുപടി നൽകാനും നേരത്തെ പറഞ്ഞ അല്ലാഹുവിന്റെ വഹയിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അവരോട് ചോദിച്ചു നോക്കുക, വെള്ളം എന്തിന്റെ ഉൽപ്പന്നമാകുന്നു എന്ന്. സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും സംഗമമാകുന്നു വെള്ളം, H2O. ഹൈഡ്രജന്റെ 2 കണികകളും
ഒരു ഓക്സിജൻ തന്മാത്രയും ചേർന്നാലാണ് വെള്ളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ശാസ്ത്രീയമായിട്ട് അംഗീകരിച്ചിരിക്കുന്നതും സ്കൂളിലും മറ്റും കുട്ടികളൊക്കെ മനഃപ്പാഠമാക്കുന്നതുമായ ഒരു സമവാക്യമാണ്. എന്നാൽ ഈ വാതകങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്രം അതിന്റെ പരിമിതി നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം കത്തുവാൻ ശേഷിയുള്ള ഒരു വാതകം എന്നാകുന്നു പറയുന്നത്. ഓക്സിജൻ എന്ന് പറഞ്ഞാലോ മറ്റൊന്നിനെ കത്തുവാൻ സഹായിക്കുന്ന വാതകം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് സ്വയം കത്തുകയും മറ്റൊന്ന് കത്താൻ സഹായിക്കുകയും ചെയ്യുന്ന രണ്ട് വാതകങ്ങൾ ഒരുമിച്ച് കൂടിയാൽ എന്തുണ്ടാവണം? മനുഷ്യന്റെ ശരാശരി ബുദ്ധി പറയുന്നു അവിടെ പൊട്ടിത്തെറിയ ഉണ്ടാവുന്നത്. ഒരു ചെറിയ സ്ഫോടനമെങ്കിലും നടക്കണം. കാരണം ഒന്ന് സ്വയം കത്തുകയും മറ്റൊന്ന് കത്താൻ സപ്പോർട്ടിംഗ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഉണ്ടാകുന്നതോ സ്ഫോടനമുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഉണ്ടാകുന്നത് വിരുദ്ധ ദിശയിലുള്ള വെള്ളമാകുന്നു ഉണ്ടാകുന്നത്. ഇതെങ്ങനെ ഉണ്ടായി? അവിടെ ശാസ്ത്രം കൈമലർത്തുകയാണ്. ഇറ്റ് ഈസ് സോ നോട്ട് വൈ. അതങ്ങനെയാണ്. എന്തുകൊണ്ട് ചോദിക്കാൻ പാടില്ല. വൈ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോൾ ഹൗ എന്ന ചോദ്യത്തിന് മാത്രമേ താൽക്കാലികമായെങ്കിലും ശാസ്ത്രജ്ഞന്മാർക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയും ഒന്നോ രണ്ടോ നിലവാരത്തിലുള്ള മറുപടി മാത്രം. അവിടുന്ന് അങ്ങോട്ട് എങ്ങനെയുണ്ടായി ചോദിച്ചാൽ ഉത്തരമില്ല. ഈ ഉത്തരമില്ലാത്ത ലോകത്താണ് വഹയ്യ് നമ്മുടെ വിജ്ഞാനത്തെയും മനസ്സിനെയും ശാക്തീകരിക്കുന്നത്. ഈ ചോദ്യം പണ്ടുകാലത്തും ചില ആളുകളോട് ചോദിച്ചിരുന്നു പടച്ചവൻ. അവർക്ക് ഓക്സിജനും ഹൈഡ്രജനും അറിയാമായിരുന്നില്ല. പക്ഷേ വെള്ളത്തിന്റെ അത്ഭുതസിദ്ധി അവർക്കും അറിയാമായിരുന്നു. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? കാർമേഘങ്ങളിൽ നിന്ന് നമ്മളാണോ നിങ്ങളാണോ ആ വെള്ളം ഇറക്കുന്നത്? നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളമാകെ ഉപ്പുവെള്ളമായി മാറിപ്പോകുമായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓക്സിജൻ, ഹൈഡ്രജൻ തന്മാത്രകൾ, അവയുടെ സങ്കലനം തുടങ്ങിയുള്ള അറിവുകളെക്കാളേറെ ആധികാരികമായ ഒരറിവ് ഈ ആയത്തിലൂടെ അല്ലാഹു ആളുകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. എന്താണ് ആ അറിവ്? ആ അറിവ് ഈമാനാണ്. കേവലം ശാസ്ത്രത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കാതെ വെള്ളം, ജലം എന്നിവയെ പറ്റിയുള്ള പ്രാഥമികമായ പഠനം പോലും അത് പഠിക്കുന്ന പഠിതാവിന്റെ മനസ്സിലേക്ക് ഈമാൻ ഇട്ടുകൊടുക്കുന്നു. പടച്ചവനിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന അത്ഭുത വിദ്യയാകുന്നു വെള്ളത്തെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ ഖുർആൻ ചെയ്യുന്നത്. ഇത് തന്നെയാകുന്നു ഖുർആൻ എങ്ങനെയാണ് ഈമാനികമായി മനുഷ്യനെ ശാക്തീകരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഖുർആൻ എന്ന് നമുക്ക് ഒരു വലിയ അമാനുഷിക ഗ്രന്ഥമായിട്ട് വിശേഷിപ്പിക്കാം. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മറ്റാർക്കും കൊണ്ടുവരാനും എഴുതാനും നിർമ്മിക്കുവാനും പറ്റാത്ത ശില്പ ഭദ്രതയുള്ള വൈജ്ഞാനിക ശേഖരമുള്ള ആധികാരികമായ ജ്ഞാനങ്ങളുള്ള ഒരു കലവറയായിട്ട്, അമാനുഷികതയായിട്ട് ഖുർആനെ വിശേഷിപ്പിക്കാം. എന്നാൽ ഈ അമാനുഷിക ഗ്രന്ഥമായ ഖുർആൻ അതിനേക്കാളും വലിയ അമാനുഷികമായി കാണുന്നത് ഈ പ്രപഞ്ചത്തെ മൊത്തമാണ്. ഖുർആൻ അമാനുഷികമാവുന്നു, അതോടൊപ്പം അതിനേക്കാളും അജയ്യമായ അമാനുഷികമായി കാണേണ്ടതും പഠിക്കേണ്ടതും നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചമാവുന്നു. ഇവിടെയുള്ള വായുവും മണ്ണും വെള്ളവുമെല്ലാം
ഈ പറഞ്ഞ രൂപത്തിൽ ഒന്നിനൊന്ന് അള്ളാഹുവിനെ പറ്റി സംസാരിക്കുന്ന, അള്ളാഹുവിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ ബുദ്ധിയുടെ മുമ്പിൽ അവ നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞ പോലെ വലക്കത് യസ്സർനൽ ഖുർആൻ, ഖുർആൻ പഠിക്കാൻ എളുപ്പമാക്കിയിരിക്കുന്നു, ഇനിയും പഠിക്കുന്നില്ലേ ചോദിക്കുന്നത്. വളരെ വളരെ ആക്ഷേപത്തോടു കൂടിയുള്ള ഒരു ചോദ്യമാണത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന, ഈ ഭൂമിയിലൂടെ നടക്കുന്ന, ഇവിടുത്തെ വായു ശ്വസിക്കുന്ന, ഇവിടുത്തെ വെള്ളം കുടിക്കുന്ന, ഇവിടുത്തെ ഓരോ അനുഭവങ്ങളും ഒരു ചില്ലിക്കാശ് പോലും പകരം കൊടുക്കാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ ഒരു മിനിറ്റെങ്കിലും ഈ ഖുർആനിന് വേണ്ടി നീക്കിവെക്കുകയാണെങ്കിൽ അതിലൂടെ അവന് അള്ളാഹുവിനെ അറിയുവാനും അള്ളാഹുവിനെ സ്വയം ബോധ്യപ്പെടുത്തുവാനും കഴിയുമെന്നാകുന്നു ഖുർആൻ പറയുന്നത്. പക്ഷേ മനുഷ്യൻ തയ്യാറില്ല, മനുഷ്യൻ പിന്തിരിഞ്ഞു കളയുകയാകുന്നു. ഇന്നൽ ഇൻസാന ലകഫൂർ, മനുഷ്യൻ നന്ദി കെട്ടവനാകുന്നു. യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ, അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ സുമ്മ യുൻകിറൂനഹ, അവയെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എത്രമാത്രമാകുന്നു അള്ളാഹുവിന്റെ നിഅമത്തുകൾ! എണ്ണിയാൽ, എഴുതിയാൽ, വായിച്ചാൽ, പറയാൻ തുടങ്ങിയാൽ, പ്രസംഗിച്ചാൽ തീരുന്നതല്ല എന്നാകുന്നു ഖുർആൻ പറയുന്നത്. ഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, ഈ പ്രപഞ്ചം വേണ്ട, ആകാശം വേണ്ട, ചൊവ്വയിലേക്കും വ്യാഴത്തിലേക്കും പോകേണ്ടതില്ല. നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട്, കസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അള്ളാഹുവിന്റെ ആയത്തുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഖുർആൻ ജ്ഞാനശേഖരമാകുന്നു എന്ന് പറയുമ്പോൾ, ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനം പഠിക്കുവാൻ തയ്യാറാവണമെന്ന് പറയുമ്പോൾ നമുക്ക് കോടികൾ മുടക്കി ലാബിലേക്ക് പോവേണ്ടതില്ല, BSc-യും MSc-യും PhD-യും എടുക്കേണ്ടതില്ല. നാം കൊണ്ടു നടക്കുന്ന ഈ രണ്ട് കാലിൽ സഞ്ചരിക്കുന്ന ഈ മനുഷ്യപ്രകൃതത്തെപ്പറ്റി ചിന്തിച്ചാൽ തന്നെ വിജ്ഞാനത്തിന്റെ 1000 ഭണ്ഡാരം കെട്ടഴിക്കുവാൻ മാത്രം ധന്യമാകുന്നു അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ചെയ്തു വച്ചിരിക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, എന്തൊരു അർത്ഥവത്തായ വാക്കാണത്! ഈ ശരീരത്തിൽ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളുണ്ട്. നമ്മുടെ കൈ മുറിയുന്നു. കൈ മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും? രക്തം പോകും. എത്ര നേരം പോകും? കുറച്ച് മാത്രം, 1-2 മിനിറ്റ് നേരം രക്തം പോകുന്നു. അത് കഴിഞ്ഞാലോ രക്തം പോകുന്നില്ല. അവിടെ എന്തുണ്ടാകുന്നു? രക്തം കട്ട പിടിക്കുന്നു, ക്ലോട്ടിംഗ് സംഭവിക്കുന്നു. ഈ പണി ആരാണ് ചെയ്തു വെച്ചത്? നിങ്ങളാണോ? നമ്മുടെ ഉമ്മയും ബാപ്പയുമാണോ? മെഡിക്കൽ ഡോക്ടർമാരാണോ? ആരുമല്ല. ആ പണി ചെയ്തു വെച്ചത് അള്ളാഹുവാണ്. അള്ളാഹു നമ്മുടെ ശരീരത്തിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്ന റൂഹുണ്ടല്ലോ, ജീവൻ, ആ ജീവന്റെ പ്രത്യേകതയാണ് കൈ മുറിഞ്ഞാൽ, ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ അവിടെ 1 മിനിറ്റ് കൊണ്ട് ക്ലോട്ടിംഗ് ഉണ്ടാവുമെന്നത്. അത് ഇല്ലെങ്കിലോ? ക്ലോട്ടിംഗ് സംഭവിക്കുന്നില്ല എന്ന് വെക്കുക, എന്തുണ്ടാകും? ഒരു ചെറിയ മുറി ഉണ്ടായാലും അതുകൊണ്ട് മനുഷ്യൻ 5 മിനിറ്റ് കൊണ്ട് കഥ കഴിഞ്ഞു പോകും. നോക്കൂ നിങ്ങൾ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ശരീരത്തിൽ അള്ളാഹുവിനെ കണ്ടെത്തുവാനുള്ള 100 കൂട്ടം ആയത്തുകളുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ ചോദിക്കുകയാണ്. നിങ്ങൾ പള്ളിയിലോ വീട്ടിലോ ഉള്ള പൈപ്പ് നോക്ക് പോയിട്ട് വെള്ളം കൊണ്ടുപോകുന്ന ടാപ്പ് ഉണ്ടല്ലോ, ആ ടാപ്പ് പൊട്ടിയെന്ന് വെക്കുക, എന്തുണ്ടാകുന്നു? പൈപ്പ് പൊട്ടിയാൽ വെള്ളം ഒഴുകിപ്പോകും. എത്ര നേരം പോകും? 1 മിനിറ്റാണോ? 2 മിനിറ്റാണോ? ആ ടാങ്കിലുള്ള വെള്ളം തീർന്നുവരെയും ഒഴുകിപ്പോകും. എന്താണ് കാരണം? മനുഷ്യന്റെ ശരീരത്തിൽ രക്തനാടികളിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ക്ലോട്ടിങ് ആ പൈപ്പിനകത്തില്ല. അതിന്റെ കാരണം മറ്റൊന്നുമില്ല. അപ്പോ ഈ പൈപ്പ് പൊട്ടിയാൽ വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ നമ്മുടെ നാഡീഞരമ്പുകൾ ആയിരുന്നെങ്കിൽ എന്തായാലും അവസ്ഥ നോക്കുന്നു. ഇങ്ങനെ ഒരു പ്രതിരോധ സംവിധാനം
ഏറ്റവും നല്ല പ്രതിരോധ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശരീരം അല്ലാഹു നൽകിയിരിക്കുന്നത് നമുക്ക് സുഖിക്കുവാനും ഭക്ഷിക്കുവാനും ഉറങ്ങുവാനും പഠിക്കുവാനും തൊഴിൽ ചെയ്യുവാനും സമ്പാദിക്കുവാനും ഒക്കെയാണെങ്കിലും അതിനേക്കാളേറെ ഈ ശരീരം വെച്ചുകൊണ്ട് ഈ ഖുർആൻ ഇവിടെയും വെച്ചുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കാനാണ്. ഒരു ലാബിലേക്കും പോവാതെ, ഒരു രസതന്ത്രവും പഠിക്കാതെ, ഒരു ഡിഗ്രിയും നേടാതെ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഭവങ്ങൾ അറിയുകയും അതേ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ആ ബുദ്ധിയിലൂടെ ഈ ഖുർആൻ പഠിക്കുകയും ചെയ്താൽ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് സുജൂദിൽ നിന്ന് തല ഉയർത്താൻ സാധിക്കാത്തത്രവണ്ണം നന്ദിയോടുകൂടി ജീവിക്കുവാൻ അവൻ സ്വയം സന്നദ്ധമാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നാം അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ നമ്മിലേക്ക് നൽകുന്ന ഈ ദിവ്യപ്രകാശം പറഞ്ഞാൽ അവസാനിക്കുകയില്ല. ഖുർആനിന് പകരമായി ഖുർആൻ മാത്രമേയുള്ളൂ. ഖുർആൻ വിജ്ഞാനങ്ങൾക്ക് പകരം വെക്കുവാൻ ഈ ലോകത്ത് മനുഷ്യന്റെ ആരംഭം മുതൽ അവസാനമായി ജീവിക്കുന്ന മനുഷ്യന്റെ കൈക്ക് വരുന്ന വിജ്ഞാനങ്ങൾ മൊത്തം സമാഹരിച്ചാലും ഖുർആന്റെ വിജ്ഞാനങ്ങൾക്ക് പകരം നിൽക്കുവാൻ അവർക്കൊന്നും സാധിക്കുകയില്ല. അതോടൊപ്പം നാം ജീവിക്കുന്ന ഈ ലോകത്തിലെ ഭൗതികമായ സൗകര്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ വിജ്ഞാനങ്ങൾ ഒരു കൈയിലും അതിന്റെ ആധികാരികത മാറ്റുരക്കുവാനുള്ള വഹയിന്റെ ഈ വെളിച്ചം, ഖുർആന്റെ ഈ വെളിച്ചം വലത്തെ കൈയിലും ഏന്തിക്കൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നാം എടുത്തു വെക്കുന്ന ഓരോ കാലടിപ്പാടിലും അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ പറ്റും. നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിനും അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ പറ്റും. ഖുർആൻ ഒരു മുഅ്ജിസത്താകുന്നു എന്നത് നമുക്ക് സ്വയം ബോധ്യപ്പെടും. അല്ലാഹു ഈ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സത്യമാകുന്നു എന്നും ബോധ്യപ്പെടും. ഖുർആൻ ഏറെക്കുറെ അവസാനമായിട്ട് ഖുർആന്റെ ആധികാരികത മനുഷ്യൻ അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ളതിന് തെളിവായി അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്, സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖ്. സനുരീഹിം ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം മനുഷ്യർക്ക് ഈ ചക്രവാളത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. വഫീ അൻഫുസിഹിം, മനുഷ്യന്റെ സ്വന്തം ശരീരത്തിൽ തന്നെയും. നാം പറഞ്ഞു, ശരീരത്തിൽ അല്ലാഹു വിന്യസിച്ചിരിക്കുന്ന അത്ഭുതങ്ങളുടെ കൂമ്പാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഉദാഹരണം നാം നേരത്തെ പറയുകയുണ്ടായി. അതുപോലെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഈ ശരീരത്തിന് പുറത്ത് ഈ പ്രപഞ്ചത്തിലെ സ്ഥൂലവും സൂക്ഷ്മവുമായ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു കാണിക്കുന്നതിനാണ്. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ ഖുർആൻ പൂർണ്ണമായും അൽ ഹഖ്, ശരി മാത്രമാകുന്നു എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അല്ലാഹുവിന്റെ ദിവ്യ അത്ഭുതങ്ങളെ ഈ രൂപത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ് ഖുർആൻ അവകാശപ്പെടുന്നത്. ആ ലോകത്താണ് നാം ജീവിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാരായ എല്ലാവരും അവരവർ പഠിച്ച് ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്ന ഈ ശാസ്ത്രീയമായ അനുഭവങ്ങൾക്കും അറിവുകൾക്കും മുമ്പിൽ സ്വയം പരാജയം സമ്മതിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? വിശ്വാസമില്ലാത്ത വിജ്ഞാനം അന്ധതയായിരിക്കും. മതവിശ്വാസമില്ലാത്ത വിജ്ഞാനം അന്ധതയായിരിക്കും. വിജ്ഞാനമില്ലാത്ത മതവിശ്വാസം അപൂർണവുമായിരിക്കും. നമ്മുടെ സംസാരത്തിന്റെ അവസാന വാചകം അതാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസമില്ലാതെ ഒരാൾ എമ്പാടും ഡിഗ്രികളും ബിരുദങ്ങളും വിജ്ഞാനങ്ങളും കരസ്ഥമാക്കുകയാണെങ്കിൽ അയാൾക്കതുകൊണ്ട് ഒന്നും നേടാൻ സാധിക്കുകയില്ല. കണ്ണ് കാണാത്തതിന് തുല്യമായി അന്ധനായി ബധിരനായി അയാൾ ജീവിക്കേണ്ടി വരും. ഇനി വിശ്വാസമുണ്ട്, അറിവില്ലെങ്കിലോ വിജ്ഞാനമില്ലെങ്കിലോ ആ വിശ്വാസം പൂർണ്ണമായിരിക്കുകയും ചെയ്യുകയില്ല. അതുകൊണ്ട് നമ്മുടെ ബാധ്യത ഒരേ ഒരു ബാധ്യത മാത്രമാണ്. ഖുർആൻ നൽകുന്ന വിശ്വാസത്തെയും ഈ വിശ്വാസത്തിന് വെളിച്ചവും തെളിച്ചവുമായി നമ്മുടെ ചുറ്റുപാടിലുമുള്ള വിജ്ഞാനങ്ങളെയും
വാരിപ്പുണർന്നുകൊണ്ട് സമുന്നയിച്ചുകൊണ്ട് ഈ വിജ്ഞാനത്തിലൂടെ ഖുർആൻ പഠിക്കുക, ഖുർആനിലൂടെ വിശ്വാസം ശരിപ്പെടുത്തി ശാക്തീകരിച്ച് അതിന്റെ നറുവെളിച്ചത്തിൽ ജീവിതത്തിൽ വഴിതെറ്റാതെ മുന്നോട്ട് പോവുകയും ചെയ്യുക. എന്താകുന്നു ഖുർആൻ നൽകുന്ന നറുവെളിച്ചം? വിജ്ഞാനം നേടണം, വിശ്വാസം വേണം, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ ഈ വിജ്ഞാനത്തിന്റെയും ഈ വിശ്വാസ മഹത്വത്തിന്റെയും ഏറ്റവും നല്ല പ്രകടനം എവിടെയാകുന്നു കാണേണ്ടത് എന്നതുകൂടി ഇത് സമാപിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞേ മതിയാകും. അത് മറ്റെവിടെയുമല്ല, അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിലുള്ള ബന്ധത്തിൽ. എന്താകുന്നു അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിലുള്ള ബന്ധം? അത് ഏക ദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഫ്ളലുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും മഹിതമായ വശം. ഖുർആനിലൂടെ ഈമാൻ ഉണ്ടാകുന്നു, വിജ്ഞാനത്തിലൂടെ ഈമാൻ ശക്തിപ്പെടുന്നു. ഈമാനിന്റെ ഏറ്റവും മഹത്വം എവിടെയാകും നിലകൊള്ളുന്നത്? അൻ തഅലമ, നീ അറിയലാണ്, മനസ്സിലാക്കലാണ്. അന്നല്ലാഹ മഅക ഹൈസു കുന്ത, നീ എവിടെയാണെങ്കിലും അല്ലാഹു നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന ബോധ്യം മനസ്സിൽ സൂക്ഷിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയുണ്ടായി. നാം എവിടെയാണെങ്കിലും നമ്മുടെ ഉറക്കത്തിലും ഉണർവിലും രാവിലും പകലിലുമൊക്കെ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അവനോട് പറയാനും ചോദിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറുണ്ടോ? എങ്കിൽ അവൻ നല്ല വഴി നമുക്ക് കാണിച്ചു തരും. അവനല്ലാത്ത മറ്റാരോടുമുള്ള പ്രാർത്ഥന, ജീവിച്ചുപോയവരും മരിച്ചുപോയവരും ഖബറിൽ കിടക്കുന്നവരും മരങ്ങളും ശവകുടീരങ്ങളും വ്യക്തികളും കേന്ദ്രങ്ങളുമായിട്ട് പൊടി പൊടിക്കുന്ന ദൈവേതര പ്രാർത്ഥനകളെല്ലാം വെടിയുക. ഇതാകുന്നു യഥാർത്ഥ തൗഹീദ്. ഈ തൗഹീദാകുന്നു ഖുർആനിന്റെ അതീവ രഹസ്യമായിട്ട് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഖുർആനിലുള്ള ഓരോ പഠനങ്ങളും, ഖുർആൻ പാരായണവും പഠനവും, അതിന് സപ്പോർട്ടിംഗായി നാം സ്വീകരിക്കുന്ന ഭൗതിക വിജ്ഞാനങ്ങളുമൊക്കെ ഒരേ ഒരു വഴിയിലേക്കാകുന്നു നമ്മെ നയിക്കുന്നത്. അഇലാഹുൻ മഅല്ലാഹ്, അല്ലാഹുവല്ലാത്ത ഇലാഹ് നിങ്ങൾക്കുണ്ടോ എന്നാകുന്നു ഖുർആൻ സൂറ അൻ-നംൽ എന്ന അധ്യായത്തിലൂടെ പ്രപഞ്ചത്തെപ്പറ്റി, മലകളെയും കുന്നുകളെയും പറ്റി, കാടിനെയും കാട്ടാറുകളെയും പറ്റി, ആകാശത്തെയും ഭൂമിയെയും പറ്റി സംവദിക്കുമ്പോൾ അവിടെയെല്ലാം സമാപന ചോദ്യമായി ചോദിക്കുന്നത് അഇലാഹുൻ മഅല്ലാഹ്, അല്ലാഹു പോലെ നിങ്ങൾക്കൊരു ഇലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾക്ക് പറഞ്ഞാൽ പോലെ, അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് മനസ്സ് തുറന്നുകൂടെ? നിങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും പ്രയാസങ്ങളും കേൾക്കുവാൻ അല്ലാഹു എമ്പാടും മതി എന്ന ഒരു പ്രമേയത്തിലാകുന്നു മനുഷ്യന്റെ ഈ തരത്തിലുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും അവസാനിപ്പിക്കേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന, നമ്മിൽ നിന്നും ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുന്ന ഒരു സന്ദർഭമായി നമ്മുടെ സംസാരത്തെയും ഈ സദസ്സിനെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, മറ്റു കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിക്കുന്ന സഹോദരീ സഹോദരന്മാർക്കെല്ലാം അല്ലാഹു ശിഫ നൽകി, ആശ്വാസം നൽകി, എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നമ്മെ എല്ലാവരെയും അല്ലാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഇന്നിന്റെ സായാഹ്നത്തിൽ ധന്യമാക്കിക്കൊണ്ട് ഖുർആനിന്റെ മതനുകരാൻ അവസരങ്ങൾ ഒരുക്കിത്തന്ന ബഹുമാന്യന പണ്ഡിതൻ വയനാട് നിന്നും ഇവിടെ വരെ യാത്ര ചെയ്ത് വരികയും നമുക്ക് വേണ്ടി ഈ പ്രഭാഷണം നടത്തുകയും ചെയ്ത ബഹുമാന്യനായ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതിലുപരി
ഈ തർബയുടെ 3-ാം ഭാഗം മാർച്ച് 31-ാം തീയതി ഈ ഇസ്ലാഹ് നഗറിൽ വെച്ച് ബഹുമാന്യ മൗലവി ഷഫീഖ് അസ്ലം, അതുപോലെ തന്നെ KNM സംസ്ഥാന ട്രഷറർ സലാഹുദ്ദീൻ മദനി എന്നിവർ സംബന്ധിച്ച് സംസാരിക്കുന്നു. ഈ നിങ്ങളുടെ ഈ സഹായവും സഹകരണവും മേലിലും ഈ തർബീയിൽ ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇന്നത്തെ പരിപാടിയുടെ CD-കൾ ഇവിടെ ലഭ്യമാണ്. നമ്മുടെ സലഫി മസ്ജിദിൽ ഒരു CD ലൈബ്രറി തുടങ്ങിയിട്ടുണ്ട്. അതിൽ 100 രൂപ എടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിവിധ പ്രസംഗങ്ങളുടെ CD-കൾ അവിടുന്ന് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രകാരം തന്നെ നമ്മുടെ ഈ പ്രഭാഷണം www.radioislam.in എന്ന സൈറ്റിൽ നിന്നും നിങ്ങൾ കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇസ്ലാഹി ക്ലാസ് റൂം, യൂട്യൂബ് എന്നീ ഇന്റർനെറ്റ് വെബ്സൈറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത്തെ പ്രഭാഷണം ശ്രവിക്കാവുന്നതാണ്. അതൊന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആദരണീയ സുഹൃത്ത് MSM-ന്റെ നമ്മുടെ യൂണിറ്റ് സെക്രട്ടറി സൽമാൻ ഇസ്മായിൽ അവരുടെ ആദരവ് ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും. ISM ശാഖ മാസാന്തരം നടത്തിവരുന്ന പഠന ക്ലാസ്സാണ് തർബിയ. ഇന്ന് വിശ്വാസ ശാക്തീകരണത്തിന് ഖുർആൻ പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ യോഗം ഇവിടെ തീർന്നിരിക്കുകയാണ്. ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ISM ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ സലാഹിക്കും ആശംസകൾ അർപ്പിച്ച ISM ജില്ലാ സെക്രട്ടറി ഫിറോസ് കൊച്ചിക്കും, അതുപോലെ തന്നെ ഈ സായാഹ്നത്തെ ഖുർആൻ പഠനം കൊണ്ട് നല്ല രീതിയിൽ ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മുഖ്യപ്രഭാഷകനായ പ്രമുഖ ഖുർആൻ പണ്ഡിതൻ ഡോക്ടർ ജമാലുദ്ദീൻ ഫറൂഖി അവർക്കും എന്റെയും എന്റെ സംഘടനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ പരിപാടിക്ക് ലൈറ്റും സൗണ്ടും തന്ന് സഹകരിച്ച ഇടുക്കി ജില്ലാ സമിതിക്കും ISM ഇടുക്കി ജില്ലാ സമിതിക്കും, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ISM KNM MSM പ്രവർത്തകർക്കും, അതുപോലെ ഈ പരിപാടി കേട്ടും ഈ പരിപാടിയെ വന്ന് ധന്യമാക്കുകയും ചെയ്ത എല്ലാ ആളുകൾക്കും എന്റെയും എന്റെ സംഘടനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.